ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകപൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ 7-ാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ 20 ശ്ലോകം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് 21 തൊട്ട് ആണ് ചിന്തിക്കേണ്ടത്. ഇപ്പം അവരവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് കാമൈസ്തൈസ്തൈർഗിതജ്ഞാന പ്രപത്യന്റെ അന്യദേവത തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതോ സ്വയോ എന്ന് പറഞ്ഞു. അതായത് അവരവരുടെ കർമ്മവാസനയിൽ പ്രേരിതരായിക്കൊണ്ടാണ് പലതരം കാമനകളാൽ അല്ലെ വാസനാബലത്താൽ ജ്ഞാനം നഷ്ടപ്പെട്ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാത് ദേവതോ ഉപാസനയ്ക്കുള്ള രീതിയെ ആശ്രയിച്ച് അന്യദേവതകളെ ഉപാസിക്കും. അപ്പം യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടാൻ എന്താ കാരണം? നമ്മുടെ ഈ ആഗ്രഹങ്ങൾ, ഭൗതിക വിഷയങ്ങളിലുള്ള വ്യാപനം കാരണമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നഷ്ടപ്പെടുക. യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞു പോകുന്നു. ഭൗതിക വിഷയങ്ങളിൽ രമിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരനോടുള്ള ആ പ്രതിപത്തിയും ജിജ്ഞാസയും ഇല്ല, ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹമൊന്നും ഇല്ലാതെ വരുന്നു എന്നർത്ഥം. അത് നഷ്ടപ്പെടുക എന്ന് പറയാം. യഥാർത്ഥ ജ്ഞാനം ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ പറ്റി അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം. പക്ഷേ അതില്ലാതെ വരുന്നത് നഷ്ടമാകുന്നു. അങ്ങനെ ജ്ഞാനം നഷ്ടപ്പെട്ടവർ അതാത് ദേവതോപാസനയ്ക്കുള്ള രീതിയെ ആശ്രയിച്ച് അന്യദേവതകളെ യഥാർത്ഥ ചിലർക്ക് ഇഷ്ടദേവത ആരാന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടമെന്ന് പറയും. അപ്പം അതും യഥാർത്ഥ ഒരു വിധിയല്ല. ഒരു ദേവതയെ നമ്മൾ ആദ്യത്തെ ഒരു തുടക്കക്കാരെങ്കിലും ഇഷ്ടദേവതയെ ഉറപ്പിക്കണം. നമ്മുടെ ഇഷ്ടാനുസങ്ങൾ വ്യത്യസ്തമാണ്. 33 കോടി ദേവതാ സങ്കല്പം എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 33 കോടി ജനങ്ങളുണ്ടെങ്കിൽ മനുഷ്യാണാം സഹസ്രശു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മനുഷ്യനും അവരവരുടെ വാസനാബലത്താൽ അത് ഈ ജന്മത്തിലെ വാസനാബലം എവിടുന്നാ കിട്ടിയ പൂർവ്വജന്മാർജിതം. അപ്പം അതുകൊണ്ട് നമുക്ക് ചിലർക്ക് ശിവനോട് ഇഷ്ടം, ചിലർ സുബ്രഹ്മണ്യനോടാണ്, ചിലർ ഗണപതിയാണ്, ചിലർ ഗുരുവായൂരപ്പനെയാണ് ഭജിക്കുക. ഇങ്ങനെ ഓരോ എത്ര ഭഗവാന്റെ അവതാരങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പം അതും ഒരേ ഇഷ്ടദേവതയാണെങ്കിലും ഓരോരുത്തരുടെ അവരവരുടെ ഇച്ഛ അനുസരിച്ചുള്ള ഭാവത്തിലായിരിക്കും ഭജിക്കുക. ഭഗവാന് തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. ഇപ്പം ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കുന്നവർ അവരവരുടെ കർമ്മവാസന ബലത്താൽ ആ ഭാവത്തിലായിരിക്കും ഗുരുവായൂരപ്പനെ കാണാമെന്നർത്ഥം. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇതെല്ലാം എന്താ സംഭവിക്കുക? നമുക്ക് യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ട് മറ്റ് ദേവതകളെ ഉപാസിക്കാനിടവരും. ആശ്രയിച്ച് അന്യദേവതകളെ ഉപാസിക്കുന്നു. ഇതാണ്. പിന്നെ അതിന് സ്വാതന്ത്ര്യം ഭഗവാൻ നൽകിയിട്ടുണ്ട്. യോ യോ യാം യാം ത്വനുഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യാചലാം ശ്രദ്ധാതാമേവ വിദദാമ്യഹം. ഇനി ഏത് ദേവതയെ ഭജിച്ചാലും ഭഗവാൻ പറയുന്നത് അത് ശ്രദ്ധയോടെ ഭജിക്കണം. ആ ശ്രദ്ധ ഏറ്റവും പരമമാണ്. എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധ ഉണ്ടായിരിക്കണം. ശ്രദ്ധ ഇല്ലാതെ ചെയ്താൽ അത് ഒന്നിനും ആർക്കും പ്രയോജനപ്പെടില്ല. അവനവനും ഇല്ല, മറ്റുള്ളവർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് യാ ഭക്ത യാം യാം തനുഹ, ഏതേത് ഭക്തർ ഏതേത് മൂർത്തിയെ ശ്രദ്ധയാ അർച്ചിതം ഇച്ഛതി, ശ്രദ്ധയോടുകൂടി ഭജിക്കാൻ ഇച്ഛിക്കുന്നവോ, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അപ്പോൾ തസ്യതാം ശ്രദ്ധ, അതാത് ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ അഹം അചലാം വിദദാമി, ഞാൻ ഉറപ്പുള്ളതാകുന്നു. ഏതേത് ഭക്തൻ ഏതേത് ദേവതയെ ശ്രദ്ധയോടുകൂടി ഭജിക്കാൻ ഇച്ഛിക്കുന്നുവോ അതാത് ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു. ഏത് മൂർത്തിയെ ഭജിച്ചാലും അതിനുള്ള ശ്രദ്ധയെ ദൃഢപ്പെടുത്തുന്നത് എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി വർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്നുള്ളത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു സന്യാസിയായാൽ പോലും ഉപാസനയിൽ ദൃഢത വരുത്താൻ ഇഷ്ടദേവതയെ ഉപാസിക്കണം എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഈ പല മഠങ്ങളിൽ, ശങ്കരാചാര്യ മഠങ്ങളിലും ജോഷിമഠിലും ഇവിടെയൊക്കെ ശങ്കര പാരമ്പര്യത്തിലുള്ള മഠങ്ങൾ പലയിടത്തും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് ശ്രീരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠയെങ്കിൽ പിന്നെ ചില സ്ഥലത്ത് എന്താ പറയുക, നരസിംഹമാണ്, ലക്ഷ്മി നരസിംഹമായിട്ട് പൂജിക്കുന്നുണ്ട്. ജോഷിമഠിൽ ചെന്നാൽ ലക്ഷ്മി നാരായണനാണ് പൂജിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ സന്യാസി ശങ്കര പാരമ്പര്യത്തിൽ പറഞ്ഞാൽ ഒരേ ചിട്ട ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ അവിടേക്ക് ഉപാസനാമൂർത്തി വ്യത്യസ്തമുണ്ട്. അപ്പോൾ ഞാൻ സന്യാസിമാരോട് ചോദിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ചിന്താഗതിയിൽ സന്യാസം സ്വീകരിച്ചാൽ തന്നെ കുടിചിക അവസ്ഥയിൽ പർണശാല കെട്ടി തീർത്ഥസ്ഥാനങ്ങളിലോ അതുപോലെ മഹാക്ഷേത്രങ്ങളുടെ സ്ഥാനത്തോ ഇരുന്നു കൊണ്ട് ഉപാസനയിൽ ദൃഢത വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്യാസിയാകാൻ പോകുന്ന അവർക്കും സ്വാതന്ത്ര്യമുള്ള ഇഷ്ടദേവതയെ ഉപാസിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്യാസം സ്വീകരിച്ചിട്ട് ദീക്ഷയെടുത്ത് ഒരു മഠത്തിൽ പോയാൽ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച ആളുടെ ഇഷ്ടദേവത ആയിക്കൊള്ളണം എന്നില്ല അവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ടാണ് പക്കാ സന്യാസി മഠങ്ങൾ, പക്കാ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു യഥാർത്ഥ സന്യാസി റെക്കമെൻഡ് ചെയ്യാറില്ല എന്നർത്ഥം. അവിടെ നമുക്ക് ഇഷ്ടദേവതാ ഉപാസനത്തിൽ ദൃഢത വരുത്താൻ അത് പ്രശ്നമായിട്ട് വരും. ഇപ്പം ചില മഠങ്ങളിൽ ചെന്നാൽ ശ്രീരാമനാണ് അവിടെ പ്രതിഷ്ഠ, ചില മഠങ്ങളിൽ ചെന്നാൽ നരസിംഹമാണ്, ചിലയിടത്ത് ചെന്നാൽ ലക്ഷ്മിനാരായണ, ചിലയിടത്ത് ഗുരുവായൂരപ്പന, ഇല്ലെങ്കിൽ വെറും ശ്രീകൃഷ്ണ. അപ്പം ആരെ ഭരിക്കും? അത് ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ആദ്യം നമുക്ക് ഭക്തിയിൽ ദൃഢത വരുത്താൻ വേണ്ടിയിട്ട് ഇഷ്ടദേവതയെ ശ്രദ്ധയോടെ ഭജിക്കണം എന്നാണ് പറഞ്ഞത്. ആ ശ്രദ്ധ തരുന്നത് പോലും നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇഷ്ടദേവതയെ ഉപാസിച്ച് ദൃഢത വരുത്തണം അതിൽ. ഇപ്പം നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തണം. ജ്ഞാനം നഷ്ടപ്പെട്ടവരാണ് ഈ മറ്റ് ദേവതകളെ ഭജിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ടുള്ളൊരു ഭജനം വേണം, ഏത് സങ്കല്പത്തിലായാലും വേണ്ട. അപ്പം അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇഷ്ടദേവതയെ ഉപാസിക്കണം. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തന്നെ പോയാൽ അവിടെ പ്രധാന ദേവതാ പ്രതിഷ്ഠം ചിലയിടത്ത് ഒരു ദേവതാ പ്രധാനമുണ്ട്, ചിലയിടത്ത് 2-3 ഉണ്ട്. എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം. ഇതും കൂടാതെ ഉപദേവതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടദേവത ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇഷ്ടദേവത ഉപാസിക്കാനൊന്നും പറ്റില്ല. കാരണം അതിന് സ്വാതന്ത്ര്യം കിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ പൂജിക്കുന്ന ഇഷ്ടദേവതയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ടാകും. അവിടെ ചെന്നാലും ആ ദേവതയ്ക്ക് മാത്രമായിരിക്കില്ല പ്രാധാന്യം, മറ്റ് ദേവതകളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ തുടക്കക്കാരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ വാസനാ ബലത്താൽ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമാണോ. നമ്മൾ ഭക്ഷണത്തിലും വിഹാരത്തിലും വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലും എല്ലാ കാര്യത്തിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇഷ്ടദേവത ഭക്തിയിലേക്ക് വരുമ്പോഴും ആദ്യം നമ്മൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആകാം. ഇനി ഭജിക്കാൻ തുടങ്ങിയാലോ ഇഷ്ടദേവത ആരാന്നുള്ളത് അവരവർക്ക് വാസനാബലത്താൽ തിരിച്ചറിയാൻ സാധിച്ചാൽ ആ ദേവതയെ തന്നെ തുടക്കത്തിൽ ഉപാസിക്കണം എന്നാണ് പറയുന്നത്. ഏത് മൂർത്തിയെ ഭജിച്ചാലും അതിനുള്ള ശ്രദ്ധയെ ദൃഢപ്പെടുത്തുന്നത് എല്ലാ വിഭാഗീയതകൾക്കും അവിടെ യാതൊരു പക്ഷപാതവും ഇല്ലാതെ ഭഗവാൻ തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ് എല്ലാവർക്കും ശ്രദ്ധയെ ദൃഢപ്പെടുത്തുന്നത്. അതിന് ചെയ്യാൻ തുടങ്ങുന്നവർക്കല്ലേ ശ്രദ്ധ ഉണ്ടാവണ്ടേ. ചെയ്യാൻ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്, എന്തെങ്കിലും ചെയ്യാം. അപ്പൊ യഥാർത്ഥ ജ്ഞാനം ഇല്ലാത്തവരാണ് മറ്റു ദേവതകളെ ഭജിക്കുക. അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ടുള്ള ഭജനം വേണം. ഏത് മൂർത്തിയെ ഭജിച്ചാലും വേണ്ടില്ല, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ശ്രദ്ധ മുഖ്യമാണെന്ന് പറയുകയാണ് ഭഗവാൻ. ശ്രദ്ധയാ യുക്ത തസ്യ ആരാധനമീഹതേ ലഭതേജ തത കാമാൻ മൈ വൈദ വിഹിതാൻ ഹിതാൻ മൈ ഐവ വിഹിതാൻ ഹിതാൻ സതയാ ശ്രദ്ധയാ യുക്തഃ. അവൻ അപ്രകാരമുള്ള ശ്രദ്ധയോടെ, ഏതേ പ്രകാരം? ഭഗവാൻ നമുക്കൊരു ശ്രദ്ധ തരും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്.
ആ ശ്രദ്ധയ്ക്ക് അനുസരിച്ചുകൊണ്ട് തസ്യ ആരാധനം ഇഹതേ, ആ ദേവത ആരാധനത്തെ ചെയ്യുന്നു. മയാ ഏവ വിഹിതാൻ താൻ, എന്നാൽ എന്നാൽ തന്നെ നിശ്ചയിക്കപ്പെട്ട ആ കാമാൻ ഇഷ്ടഫലങ്ങളെ തഥ ലഭത്തെ ചഹി, അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അന്യദേവതാ ഭക്തർ അപ്രകാരമുള്ള ശ്രദ്ധയോടുകൂടി അഥവാ ദൃഢവിശ്വാസത്തോടുകൂടി ആ ദേവതയെ ആരാധിക്കുന്നു. അവന് ഞാൻ തന്നെ നിശ്ചയിച്ച ഇഷ്ടഫലങ്ങളെ ആ ദേവതയിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ഇപ്പൊ ഏത് ദേവതയെ ഭജിക്കുന്നുവോ ആ ദേവതയിലൂടെയാണ് ഇഷ്ടഭോഗങ്ങൾ ഭഗവാൻ നൽകുന്നതും. ഏത് ദേവതയെ ഉപാസിക്കുന്നവനും ശ്രദ്ധ മാത്രമല്ല അവിശ്വസിദ്ധിയും പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഏത് ദേവതയെ ഭജിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ നടക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നടത്തി തരുന്നത് പരമാത്മാവ് തന്നെയാണ്. എന്തിനാ ഇഷ്ടഭോഗങ്ങൾ നൽകുന്നത്? ഭക്തിയിൽ ദൃഢത വരുത്താൻ. നമുക്ക് ചോദിക്കുന്ന ഒക്കെ കിട്ടുമ്പോൾ ഇഷ്ടകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഭക്തിയിൽ ശ്രദ്ധയുണ്ടാവും, അതിൽ ദൃഢത വരും. പിന്നെ ആവശ്യം വരുമ്പോഴപ്പോൾ ആ ദേവനെ കാണാൻ പോകുമല്ലോ, യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കും. അപ്പം നമുക്കും ഇങ്ങനെയാണല്ലോ ഇഷ്ടം. നമ്മളോട് ആരാണോ ഇഷ്ടം അവരോട് നമ്മൾ ചോദിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരുന്നവരോടായിരിക്കും നമുക്കിഷ്ടം. അത് അച്ഛനാണോ അമ്മയാണോ ആരാണോ നടത്തി തന്നെ അവരോട് ഇഷ്ടമുണ്ടാകും. ഇതേപോലെ മൂർത്തിയെ തിരഞ്ഞെടുക്കും, ഭജിക്കാൻ മൂർത്തിയെ തിരഞ്ഞെടുക്കുന്നതും അവരുടെ വാസനാബലത്താൽ ഇഷ്ടമുള്ള ദേവതയെ മൂർത്തിയെ ഭജിക്കാം. ആ ശ്രദ്ധ ദൃഢമാക്കി കൊടുക്കുന്നതും പരമാത്മാവാണ്. എങ്ങനെ ദൃഢമാക്കി തരുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അവരവർ ഇച്ഛിക്കുന്ന ഇഷ്ടഭോഗങ്ങളെ ഏതേത് ദേവതയെ ഭജിക്കുന്നോ അതാത് ദേവതയിലൂടെ ഓരോരുത്തർക്കും കൊടുക്കുന്നു. ചോദിക്കുന്നതൊക്കെ കിട്ടുമ്പോഴേ ഭക്തി ഉണ്ടാവും. അഭിഷ്ടസിദ്ധി സാധിച്ചു കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ സോഴ്സ് ഒരിടത്ത് നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ്. അത് ഏതേത് ദേവതയെ ഭജിക്കുന്നോ അതാത് ദേവതയിലൂടെ അവർക്ക് ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന അർത്ഥം. പക്ഷെ അതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടിയാൽ അതൊക്കെ പ്രയാസമായിരിക്കും. അന്തവത്ത് ഫലം തേഷാം തദ്ഭവത്യ ലപ്തമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി തു അല്പമേധസാം തേഷാം, എന്നാൽ അല്പബുദ്ധികളായിട്ടുള്ള അവർക്ക് തൽഫലം അന്തവത് ഭവതി, കിട്ടുന്ന ആ ഫലം നാശമുള്ളതാണ്. ദേവയജ ദേവാൻ യാന്തി, ദേവ ആരാധകർ ദേവന്മാരെ പ്രാപിക്കും. മൽഭക്ത മാം ആബിയാന്തി, എൻ്റെ ഭക്തൻ എന്നെയും പ്രാപിക്കുന്നു. എന്നാൽ അല്പബുദ്ധികളായിരിക്കുന്ന അവർക്ക്, അതായത് അന്യദേവതാ ഭക്തി കൊണ്ട് ഇല്ലേ അന്യദേവതകളെ ഭജിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലം നാശമുള്ളതായിരിക്കും, അഥവാ പ്രേയസായിരിക്കും. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കും, എൻ്റെ ഭക്തർ എന്നെ പ്രാപിക്കും. അപ്പൊ നിങ്ങൾ ഏത് ദേവതയെ ഭജിച്ചാലും വേണ്ടില്ല, ആ ദേവതയിലേക്കായിരിക്കും നിങ്ങളുടെ വാസനാബലം വരിക. അപ്പോൾ നിങ്ങൾക്ക് അവിശ്വസിദ്ധിയും കൂടെ സാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നുമില്ല, ആ ദേവന്റെ പിന്നാലെ നിങ്ങൾ പോകുള്ളൂ. ഈ വാസനാബലത്തിൽ നിങ്ങൾ പോയാൽ തിരിച്ച് ജന്മം എടുക്കുമ്പോഴും ഇതേ വാസനാബലത്തിൽ ഏത് ദേവനെയാണോ ഭജിച്ചുകൊണ്ട് വാസനാബലം ഉണ്ടാക്കി പോകുന്നത് അതേ ദേവന്മാരെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മം എടുത്തു വരേണ്ടി വന്നാൽ ആ ദേവത തന്നെയായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവത. ഇനി അനന്യമായിട്ടുള്ള ഭക്തി ആ ദേവനോടുണ്ടായാലോ ആ ദേവനെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. ചിലപ്പോൾ എൻ്റെ ഭക്തർ എന്നെയും പ്രാപിക്കും. ആ ദേവനെ തന്നെ പ്രാപിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീണ്ടും ശരീരം എടുത്തു വരും. കാരണം പരമാത്മാവിൻ്റെ അടുത്തല്ലാതെ ശാശ്വതമായ മുക്തിയില്ല. മറ്റ് ദേവതകളെ ഭജിച്ചാലും പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആ ദേവതയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലുള്ള ദേവതാ ഭക്തിയുടെ വാസനാബലത്താലായിരിക്കും ഇഷ്ടദേവത ആരാണോ അടുത്ത ജന്മത്തിലും നിങ്ങൾക്ക് ആ ദേവത തന്നെയായിരിക്കും ഇഷ്ടദേവതയായിട്ട് വരിക. അതാണ് ആ ദേവനെ പ്രാപിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം.
പരമാത്മാവിനെ ഭജിച്ചാൽ മാത്രമേ ആത്മനിവേദനം അഥവാ ആത്മസമർപ്പണം സാധിക്കൂ. ഇല്ലെങ്കിൽ അതൊക്കെ പ്രേയസായിരിക്കും, പോയിട്ട് തിരിച്ചു വരേണ്ടി വരുന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ അന്യദേവത ആരാധന അല്പബുദ്ധികൾ എന്ന് ഇവിടെ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെട്ടവർ എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞു, മറ്റ് ദേവതകളെ ഭജിക്കുന്നവരെ. ഇവിടെ അല്പബുദ്ധികൾ എന്ന് പറഞ്ഞു. അവർക്ക് ബുദ്ധിയുണ്ട്, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ദേവതയെ ഭജിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധി പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അല്പബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പം അല്പബുദ്ധി യഥാർത്ഥ മേധാബുദ്ധി ആവുമ്പോഴാണ്, അല്പബുദ്ധി മേധാബുദ്ധി ആവുമ്പോഴാണ് യഥാർത്ഥ ബുദ്ധിയിലെത്തുക. മേധാബുദ്ധിയിലേക്ക് എത്തിയാൽ പിന്നെ എൻ്റെ ഭക്തർ എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടദേവത കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കാതെ ഗുരുവായൂരപ്പൻ തന്നെയായിട്ട് മാറും, അഥവാ പരമാത്മാവ് തന്നെയായിട്ട് മാറും. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ മറ്റ് ദേവതകളെ ഭജിച്ചാലുള്ള ദോഷം ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗതിവിഗതികൾ മനസ്സിലാക്കുന്ന ആള് ഭഗവാനെ തന്നെ ഭജിക്കാൻ തുടങ്ങും. ഭഗവാനെ ഭജിച്ചാൽ പിന്നെ സംശയമൊന്നുമില്ല, ഭഗവത് പ്രാപ്തിയാണ്. പിന്നെ ഇഷ്ടദേവങ്ങൾ സാധിപ്പിച്ച് നമുക്ക് ബൈപ്പാസ്സായിട്ടാണ് മറ്റ് ദേവതകളെ ഭജിച്ചാൽ കിട്ടുക. ഭഗവാൻ തന്നെയാണ്, സോഴ്സ് ഒരിടത്തുനിന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഏത് ദേവതയെ ഭജിക്കുന്നോ ആ ദേവതയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ കിട്ടുക. ഭഗവാനെ ഭജിച്ചാലോ, ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ നൽകുന്നതും. അവസാനം ഭഗവാനിലേക്ക് എത്താനും ഈ ഇഷ്ടദേവതാ ഭജനം സഹായിക്കുകയും ചെയ്യും. വീണ്ടും ജന്മം എടുത്ത് വരേണ്ടി വരികയില്ല. ശ്രേയസ്സായിരിക്കുകയല്ല, ഭഗവാനെ ഭജിച്ചാൽ കിട്ടുന്നത് ശ്രേയസ്സായിരിക്കും. 8 വിധ സിദ്ധികളിലും ഉപരിയായിട്ടുള്ള സിദ്ധി എന്താ? പരമാത്മാ ജ്ഞാനം. ആ ജ്ഞാനം ലഭിച്ചാൽ പിന്നെ സംശയമൊന്നുമില്ല, ഭഗവാനിലേക്ക് എത്തുന്ന അർത്ഥം. അതുകൊണ്ട് ഈ മറ്റ് ദേവതകളെ ഭജിക്കുന്നതും അത് വാസനാബലം ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് അവിശ്വസിദ്ധി നേടുന്നതനുസരിച്ച് വാസനാബലം കൂടും. അപ്പോൾ അടുത്ത ജന്മത്തിലും അതേ ഇഷ്ടദേവത തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയായിട്ട് വരും. അതിനിട വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവർ അല്പബുദ്ധികൾ എന്ന് പറഞ്ഞത്. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കും. ഏതേത് ദേവതയെ ഭജിക്കുന്നോ ആ ദേവതയെ നിങ്ങൾ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലും അതേ ദേവതയായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവത. എൻ്റെ ഭക്തർ എന്നെ പ്രാപിക്കും. ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവർ ആ ബലത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടായിരിക്കും വീണ്ടും ജനിച്ചാൽ ജനിക്കുക എന്നർത്ഥം. കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തണം, ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിലേക്ക് എത്തണം. അപ്പോൾ ബ്രഹ്മോപാസന തന്നെ വേണം. പരബ്രഹ്മമൂർത്തിയായിട്ട് നിങ്ങൾ എല്ലാ ദേവതാ സങ്കല്പവും ബ്രഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ മറ്റ് ദേവതാ സങ്കല്പത്തിൽ ഭജിക്കുന്നവർക്കൊക്കെ പ്രയാസം ഉണ്ടാവും. പരമാത്മാ സങ്കല്പത്തിൽ ആരെയാണ് ഭജിക്കുന്നത് അവർക്ക് പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഭഗവത് പ്രാപ്തിയിലേക്ക് അവരെത്തുകയും ചെയ്യും. അവ്യക്തം വ്യക്തിഭാവനം അന്യതയും മാം ബുദ്ധയ പരംഭാവം അജാനന്തോ മാം അവ്യയമനുത്തമം. നാശമില്ലാത്തതും അവ്യയം അനുത്തമം, നാശമില്ലാത്തതും സർവോത്തമവും പരം മമ ഭാവം സർവാതീതവുമായിരിക്കുന്ന എൻ്റെ സ്വരൂപത്തെ അജാനന്ത അസമ്മൂഢ അറിയാത്ത മനുഷ്യൻ, അവ്യക്തം മാ വ്യക്തമല്ലാത്ത എന്നെ, വ്യക്തി ആപന്നം വ്യക്തിഭാവത്തെ പ്രാപിച്ചവനായി, ഇത് വ്യക്തമല്ലാത്ത എന്നെ വ്യക്തിഭാവത്തെ പ്രാപിച്ചവനായിട്ട് വിചാരിക്കും. അതായത് നമ്മളെപ്പോലെ തന്നെ ശരീരം എടുത്ത് വന്നവനായിട്ട് ശ്രീകൃഷ്ണനെ കാണാനിട വരുന്നർത്ഥം. അവിടെ ഈശ്വരഭാവത്തിലായിരിക്കല്ലേ കാണാം. അതും അല്പബുദ്ധിയുടെ ഭാഗം. അപ്പം നാശമില്ലാത്തതും സർവോത്തമവും എല്ലാറ്റിനും അതീതവുമായിരിക്കുന്ന എൻ്റെ ഈ സ്വരൂപത്തെ അറിയാത്ത ബുദ്ധിശൂന്യർ, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്ത എന്നെ വ്യക്തിഭാവത്തെ കൈക്കൊണ്ടവനായിട്ട് ശരീരം എടുത്തവനായിട്ട് വിചാരിക്കും. നാശമില്ലാത്തതാണ് ഭഗവാന്റെ ശക്തി, സർവോത്തമമാണ്, എല്ലാറ്റിനും അതീതമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ
അറിയാത്ത നടക്കുന്ന ഭക്തരാണ് നടിച്ചു കിടക്കുന്ന ബുദ്ധിശൂന്യർ. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്ത എൻ്റെ വ്യക്തി ഭാവത്തെ കൈക്കൊണ്ടവനായിട്ട്, അതായത് ശരീരം നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു ശരീരം എടുത്തു വന്നവനായിട്ട് ശ്രീകൃഷ്ണനെ കാണുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ കണ്ടാൽ ആ വ്യക്തിഭാവത്തെ കാണിക്കുന്നവർ എല്ലാവരും അതീതവുമായ എൻ്റെ ഈ സ്വരൂപത്തെ അറിയാത്ത ബുദ്ധിശൂന്യർ, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ആ വ്യക്തി, അതായത് മനുഷ്യ ശരീരം എടുത്തു വന്നവനായിട്ട് കാണും. നമ്മളെ കാണുന്ന പോലെ നമ്മുടെ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് തന്നെ അത് പിന്നെയും കാണും എന്നർത്ഥം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോമാം അജമവ്യം. യോഗമായ സമാവൃത, യോഗമായാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന അഹം സർവസ്യ ന പ്രകാശ, ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല. മൂഢ അയം ലോകം, മൂഢോമയമായിരിക്കുന്ന ഈ ലോകം. യോഗമായ സമാവൃത, യോഗമായാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന അഹം സർവസ്യ ന പ്രകാശ, ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല. അതായത് യോഗമായയിൽ സമാവൃതനാണ് ഭഗവാൻ. അതുകൊണ്ട് യോഗമായാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന അഹം ഈശ്വരനെ സർവസ്യ ന പ്രകാശ, എല്ലാവർക്കും ഒരേപോലെ പ്രത്യക്ഷനല്ല. ഈ മായയെ ജയിക്കണമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു ഭഗവാൻ, അതോർക്കുണ്ടോ? ഏത് സ്വത്തില മായയെ ജയിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞു. മായയെ ജയിക്കാതെ ഒരിക്കലും ഈശ്വരനെ മനസ്സിലാക്കാം. സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളുമായിട്ടുള്ള എൻ്റെ ഈ മായയെ അതിക്രമിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ യാതൊരുവൻ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് ഈ മായയെ തരണം ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞു. അത് 14ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഓർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് യോഗമായാൽ സത്വരജ തമോ ഗുണങ്ങളുടെ ഘടനയിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഞാൻ വേദങ്ങളുടെ അനുസാരമായിട്ട് തന്നെ ആ വേദങ്ങളുടെ സ്കൂത്തങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അവിടെയും മായ ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങളുടെ ഘടനയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനായി തീരുന്നില്ല. മായാൽ മോഹിതരായിരിക്കുന്ന ജനങ്ങൾ എന്നെ ജനനമില്ലാത്തവനും നാശമില്ലാത്തവനുമായിട്ട് അറിയുന്നേയില്ല. നമ്മുടെ അതേ ഭാഗത്തിൽ കാണും ശ്രീകൃഷ്ണനെ, അതാണ് കുഴപ്പം. എന്നിട്ട് ചോദ്യം ചെയ്യും, എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ശ്രീരാമൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു? അവരെ നമ്മുടെ ഭാവത്തിൽ, മാനുഷിക തലത്തിൽ, അതീന്ദ്രിയമായ ഭാവത്തിൽ കാണണം. ദിവ്യമായ ജന്മമാണെന്ന് കാണണം. നമ്മളെപ്പോലെ അസ്വാതന്ത്ര്യരായിട്ടൊന്നുമല്ല അവർ ജനിച്ചേക്കണം. നമ്മുടെ കർമ്മവാസനയിൽ അടിമയായിരിക്കുന്നതാണ് അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം പൂർവ്വജന്മാർജിതമായുള്ള ആ സ്വഭാവത്താലാണ് വന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ നമ്മൾ ശ്രമിച്ച അർഹത എല്ലാവർക്കും ഉണ്ട്. അതിന് ഈ പറയുന്ന സാധനകൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോഴേ വാസനാബലം നമ്മുടെ ഈ ആരുടെയെങ്കിലും കീഴി നിൽക്കുക എന്നുള്ള ആ വാസനാബലം ഉണ്ടല്ലോ, അതില്ലാതെയാകണം. അത് പണ്ടൊരു കാലത്ത് രാജാക്കന്മാര് ഈ ക്ഷേത്രത്തെ പോലും പരിപാലിച്ചിരുന്നത് ഈ അധികാരഭാവത്തിലാണെന്നർത്ഥം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസി മഠങ്ങളിലോ ഇല്ലെങ്കിൽ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലോ ഒക്കെ ആയിരിക്കും ഈ രാജാക്കന്മാർ സാധാരണഗതിയിൽ സമ്പത്ത് സൂക്ഷിച്ചിരുന്നത്. കാരണം ഒരുവിധമൊന്നും ദേവാലയങ്ങൾ കള്ളന്മാരോ ഇല്ല അങ്ങനെയുള്ളവരൊന്നും ആക്രമിക്കാൻ പോകാറില്ല സാധാരണ. അതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സമ്പത്ത് പോലും സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് രാജാക്കന്മാർ കൂടുതലും ഈ ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോയിരുന്നത്. അല്ലാതെ യഥാർത്ഥ ഡെഡിക്കേറ്റഡ് ഭക്തി കൊണ്ടൊന്നും ആയിരിക്കും. അത് തിരുവിതാംകൂർ രാജാവ് ഇല്ലേ, ആ കുടുംബം കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ദാസന്മാരായിട്ടാണ്
പത്മനാഭന്റെ ദാസന്മാരായിട്ട് അവർ പോലും നിലനിന്നിരുന്നതെന്നർത്ഥം. അതിൻ്റെ ഗുണമാണ് അവർക്ക് ആ ക്ഷേത്രം തിരിച്ച് അധികാരപരിധിയിൽ തന്നെ കിട്ടുകയും ചെയ്തു. സുപ്രീം കോടതി ഇടപെട്ട് അവര് ഈ കിട്ടിയത് ഏത് തരത്തിൽ കിട്ടിയതാണെങ്കിലും ആ സമ്പത്തൊന്നും തോന്നിവാസം തന്നെ ഇഷ്ടത്തിന് അന്നത്തെ ഭരിച്ചിന് അവര് എടുത്തുപയോഗിക്കാത്തത് കൊണ്ടല്ലേ ഇന്നും അത് കലവറയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്ന എന്താ? യോഗമായ പ്രഭാവം. അതുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങളുടെ ഘടനയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷമായി തീരുന്നില്ല. മായാൽ മോഹിതരായിരിക്കുന്ന ജനങ്ങൾ എന്നെ ജനനമില്ലാത്തവനും നാശമില്ലാത്തവനുമായിട്ട് അനുഷ്ഠിക്കുന്നേയില്ല. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങളുടെ ഘടന കൊണ്ടാണ് യഥാർത്ഥ ജ്ഞാനത്തെ മറയ്ക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മായയെ അതിക്രമിക്കാതെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കല്ല. അതുകൊണ്ട് മായയെ അതിക്രമിക്കാനുള്ള വഴികൾ നോക്കിക്കൊള്ളണം എന്നർത്ഥം. മായയെ ജയിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ഭഗവാനെ ഒരിക്കലും തിരിച്ചറിയില്ല എന്നുള്ളത്. ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയണം. ഈ നമുക്ക് ആവശ്യമുള്ളതൊക്കെ സ്വീകരിച്ചിട്ട് ആവശ്യമില്ലാത്ത പുറത്തേക്ക് തള്ളിക്കളയുന്ന പോലെ ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളിക്കളയും. നമ്മൾ ഭക്തി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തള്ളിപ്പോകുന്നർത്ഥം. അതുകൊണ്ട് വേദാഹം സമതീതാനി വർത്തമാനാനി ച അർജുന ഭവിഷ്യാനി ച ഭൂതാനി നാം വേദനകസ്സിന. അർജുന, സമീതാനി വർത്തമാനി ച, എല്ലാവരുടെയും ഇപ്പോഴുള്ളവയും വരാനുള്ളതുമായി ഭവിക്കട്ടെ. അപ്പോൾ ഈ വേദകാലം തൊട്ട് തന്നെ ഈ പ്രശ്നം ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ വർത്തമാനത്തിലായാലും വേണ്ടില്ല, ഇന്നത്തെ കാലത്തും ഉണ്ടത്. ഭവിഷ്യാനിച്ച് ഭൂതാനി, ഭവിഷ്യത്തിലും ഉണ്ടാകും. കാരണം എന്താ? ഈ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം എന്ന് പറയുന്ന മായ, യോഗമായയുടെ പ്രഭാവം എല്ലാ കാലത്തും ബാധക. അത് കലിയുഗത്തിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കലിയുഗത്തിൽ ചെയ്താൽ ഈ മായയെ ജയിച്ചിട്ട് ചെയ്യുന്നവർ പെട്ടെന്ന് സിദ്ധിയിലേക്ക് എത്തും. പക്ഷേ എവിടെ നോക്കിയാലും മായ ആയിരിക്കും. 75% മായ. അപ്പം എവിടെ പോയാലും അധർമ്മവും കലിയുടെ ബാധയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ അവരെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അതിനെ അതിക്രമിക്കുക. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സാധാരണ പോലെ ചോദിക്കും, എന്താ ഇത് ഗുരുവായൂരല്ലേ, ഇവിടെയൊക്കെ ഇത് നടക്കാൻ പാടുന്നത് ശരിയാണോ? ഇതൊക്കെ അതെന്തുകൊണ്ടാ? ഈ മായാമോഹിതമായിക്കൊണ്ട് ജനങ്ങൾ പലതും പറയും. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ജനന മരണങ്ങൾക്ക്, ഈ പറയുന്ന ജയ അപജയങ്ങൾക്ക് ഒന്നും വിധേയനല്ല എന്നർത്ഥം. നമ്മളത് താതാത്മ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഗുരുവായൂരപ്പന് ഇരിക്കുന്ന സ്ഥലമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭൗതിക തലത്തിലുള്ള കാഴ്ചപ്പാടിൽ കൂടെ തന്നെ കാണുന്നതെന്നർത്ഥം. അതുകൊണ്ട് സമതീതാനി വർത്തമാനി, കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും, ഭവിഷ്യാനി ച ഭൂതാനി, വരാനുള്ളതുമായിരിക്കുന്ന ജീവികളെ, അഹം വേദക, ഞാൻ അറിയുന്നു, മാം തു കശ്ചന ന വേദ, എന്നെ ആകട്ടെ ആരും അറിയുന്നുമില്ല. അല്ലയോ അർജുന, കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നതുമായിരിക്കുന്ന ജീവികളെ ഞാൻ അടിയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അണ്ടറിലാണെന്ന് മനസ്സിലാകും. ആ സത്യത്തെ, ജീവികളെ മുഴുവൻ ഞാൻ എൻ്റെ ആത്മാവിലൂടെ അറിയുന്നു എന്നർത്ഥം. എന്നെ ആകട്ടെ ആരും അറിയുന്നില്ല. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കിയില്ലോ എന്നൊരു വിഷയമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ പ്രകാശിച്ചോ ഇല്ലയോ, അത്രേ നമ്മൾ നോക്കുള്ളൂ. മായയാകുന്ന മറയാൻ പരമാത്മാവിനെ ആരും അറിയുന്നില്ല. മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവ് എല്ലാം അറിയുന്നു. ഇപ്പം ഈശ്വരനെ സംബന്ധിച്ച് നമ്മളെയൊക്കെ
ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഏതൊക്കെ ആയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി മുഴുവനും അറിയാം. എത്ര ജന്മം നമ്മൾ ഓരോരുത്തരും എടുത്തുനിന്നും ഇനി എത്ര ജന്മം കൂടെ ആകണം മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ എന്നൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് ബയോഡറ്റ ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് മായയാൽ മറയാൽ മായ എങ്ങനെയാ? മായാദേവിയുടെ മറയാൽ ഇപ്പോഴുള്ളവയും ആരും ഒന്നും അറിയുന്നില്ല. മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവ് എല്ലാം അറിയുന്നു. ഇച്ഛാദോഷ സമുദ്ദേന ദുമോഹന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാതി പരന്തവ. ശത്രുതവനായിരിക്കുന്ന ഹംസ ആ മായ ആകുന്ന മറ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പരമാത്മാവിനെ, ഈശ്വരനെ നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നത് ഈ മായയുടെ വലയത്തിൽ പെട്ടിട്ടാണ്. മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവ് എല്ലാം അറിയുന്നു. നമ്മളെപ്പോലെ ഒരിക്കലും മായയിൽപ്പെട്ടില്ല ഭഗവാൻ ഇരിക്കണം. മായയ്ക്ക് അതീതനാണ്. അതുകൊണ്ട് ഈ മായയിൽപ്പെട്ട നമ്മളെ ഒക്കെ ഭഗവാൻ അറിയാം. കംപ്ലീറ്റ് ബയോഡറ്റ അറിയാം. നമ്മൾ ഓരോ ദിവസവും മായപ്പെട്ടുകൊണ്ട് എന്താ ചിന്തിക്കുന്നത്, എന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് എന്ന് മുഴുവൻ ഭഗവാന് CC ക്യാമറ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടായിരിക്കണം, റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. അപ്പം അതുകൊണ്ട് മായയ്ക്ക് അതീതനാകാൻ ശ്രമിക്കണം. മായയ്ക്ക് അതീതനാകാന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ ഭജിക്കണം, ശ്രദ്ധയോടെ ഭജിക്കണം. അതിന് ഇന്ദ്രിയങ്ങളാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടയ്ക്കാൻ മാത്രമേ ബുദ്ധി ഉറയ്ക്കൂ. ബുദ്ധി ഉറച്ചാലേ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാക്ടിക്കൽ തലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോഴേ അനുഭവിച്ചാലും കിട്ടും. അപ്പം അതുകൊണ്ട് മായയാകുന്ന മറയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന പരമാത്മാവിനെ ആരും അറിയുന്നില്ല. മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവ് എല്ലാം അറിയും. ഈശ്വരൻ നമ്മളെ എല്ലാവരെയും അറിയും. നമ്മളാണ് ഈശ്വരനെ പരമാത്മാവായി സ്ഥാനത്തിരിക്കുന്ന ആ ഭഗവാനെ അറിയുന്നില്ല. നമ്മൾ ഇഷ്ടദേവത ഉണ്ടെങ്കിൽ ആ ഇഷ്ടദേവതയെ അറിയാൻ ശ്രമിക്കും. പക്ഷെ മറ്റു ദേവതകളെ പറ്റിയോ ഇല്ലെങ്കിൽ മറ്റു ദേവതകളുടെ യഥാർത്ഥ സോഴ്സ് ഏതാ? അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ കാര്യം ഗഹനമായ വിഷയമാണ് ശരിക്കും ചിന്തിച്ചാൽ. കാരണം എന്താ? ഈ മായ കാരണം നമുക്ക് ഗഹനം എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നമ്മൾ പ്രേയസിൻ്റെ പിന്നാലെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും, അത് പ്രാകൃത ഭക്തിയിലേക്ക് കൊണ്ടെത്തിക്കാം. എങ്ങും എത്തില്ല. അതുകൊണ്ട് അതിനെ പ്രാകൃത ഭക്തി എന്ന് പറയണേ. അതായത് പ്രാകൃത ഭക്തി പറഞ്ഞാൽ പ്രകൃത യാതൊരു കൃത്രിമത്വം ഇല്ലാത്ത ഭക്തി. പക്ഷെ അതും സിദ്ധി നേടാൻ അനുഭവിക്കും നിഷ്കളങ്ക മനസ്സോടെ ശ്രദ്ധയോടെ ചെയ്താൽ. അപ്പം അതുകൊണ്ട് ഭവിഷ്യാണിജ ഭൂതാനി മാം തു വേദന കസ്സിന എന്ന് പറഞ്ഞു. കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും വരാനുള്ളതും പറ്റി ജീവികളെ ഞാൻ അറിയുന്നു, എന്നാൽ ഒരുവനും അറിയുന്നില്ല. അതുകൊണ്ട് മായയാൽ മറയ്ക്കൽപ്പെട്ടിരിക്കുന്ന പരമാത്മാവിനെ ആരും അറിയുന്നില്ല എന്ന്. ഇച്ഛാദോഷ സമുദ്ദേന ദ്വന്ദ്വമോഹന ഭാരത സർവഭൂതാനി സമ്മുഖം സർഗേയാന്തി പരന്തപ. ഏ പാർത്ഥ, ശത്രുതാപനായിരിക്കുന്ന അർജുന സ്പർശം കൃത്വ ബഹിർബാഹോ ഇച്ഛാദോഷ സമുദ്ദേന ദ്വന്ദ്വമോഹന ഭാരത സർവഭൂതാനി സമ്മുഖം സർഗേയാന്തി പരന്തപ. ഏ പരന്തപ, ഹേ അർജുന, ശത്രുതപനായിരിക്കുന്ന അർജുന, സർഗേ സൃഷ്ടികാലത്ത് ഇച്ഛാദോഷ സമുദ്ദേന ഇച്ഛദോഷങ്ങളിൽ സർഗേയാന്തി വരുന്ന ഇന്ന് 2 ദിവസമായിട്ടേ ഭയങ്കര ക്ഷീണ, രാത്രിയൊക്കെ പണിയാ. അതാ
ഇപ്പം മിനിഞ്ഞാന്ന് രാത്രിയാണെങ്കിൽ ഉറക്കുളച്ചു. ശ്രീമതി ഇതിനിടയ്ക്ക് കാഷ്വാലിറ്റിയിലായി മിനിഞ്ഞാന്ന് രാത്രി. അപ്പോൾ രാത്രിയൊക്കെ കാവലിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോയൊന്നുമില്ല, പക്ഷെ എന്താ വിവരം എന്നറിയാൻ വേണ്ടിയിട്ടിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒന്നും പ്രഭാഷണം എനിക്ക് അത്ര തൃപ്തിയായിട്ടൊന്നുമില്ല. ഞാൻ ഒപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ശ്രീമതി പെട്ടെന്ന് സുഖമില്ലാതെ കാഷ്വാലിറ്റിയിലായി മിനിഞ്ഞാന്ന് രാത്രി. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ അന്നേരം കുഴപ്പമൊന്നുമില്ല. രാത്രി എന്തോ പെട്ടെന്ന് ഗ്യാസ് കയറും, എന്തോ പ്രശ്നം, വയറിനും പെട്ടെന്ന് വേദനയായി. പിന്നെ കാഷ്വാലിറ്റിയിൽ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു, ട്രിപ്പ് കൊടുക്കേണ്ടി വന്നു. രാത്രി 1 മണിയായപ്പോഴത്തേനും ഡിസ്ചാർജായി വന്നു. എന്നാലും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പോകാനായിട്ട് പറ്റൂല, അന്വേഷിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇന്നലെ ഇപ്പം ഫ്രഷായിട്ടോ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ ആകെ ഡിസ്റ്റർബൻസ്, ഡെസ്പായിട്ടായിരിക്കണേ. ഇതിനിടയ്ക്ക് ഉറക്കം വരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതും ഇതൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ ശകലം പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് ബ്ലാങ്ക് 2 ദിവസത്തെ പ്രഭാഷണം അത്ര തൃപ്തിയായിട്ടൊന്നും അല്ല ചെയ്യണേ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ഘടന എന്ന് പറയുന്നത് അവരവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും. അതനുസരിച്ചായിരിക്കും നമ്മൾ ഈശ്വരനെ, ഏത് ഇഷ്ടദേവതയെ ഭജിച്ചാലും ഗുരുവായൂരപ്പനെ ഭജിച്ചാലും നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നതും അറിയുന്നതും നമ്മുടെ സ്വഭാവത്തിൽ ഡിപ്പെൻഡ് ആയിരിക്കും എന്നർത്ഥം. ഇപ്പം എനിക്കുണ്ടാകുന്ന അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അത് അവരവരുടെ ഘടന അനുസരിച്ചുകൊണ്ടാണ്. എനിക്ക് എന്നിലുള്ള സത്വരജ തമോ ഗുണം ഇത് മൂന്നും ഇല്ലാതിരിക്കുന്ന പ്രശ്നമില്ല. എത്ര ജ്ഞാനി ആയിരുന്നാലും വേണ്ടില്ല, ആത്മജ്ഞാനി ആയാലും വേണ്ടില്ല, ഈ 3 സത്വരജ തമോ ഗുണങ്ങളുടെ ഘടന ശരീരം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. അതിൽ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തരുടെ. അത് ഘടനയിൽ വ്യത്യാസം വരുന്നത് ഈ സ്ഥായിയായിട്ട് ഘടനയിൽ വ്യത്യാസം വരുന്നത് മാത്രമല്ല, നമുക്ക് ഒരു ദിവസം തന്നെ ഈ ഘടന വ്യത്യാസം വരും. രാവിലെ സാത്വിക ഭാവമാണെങ്കിൽ ഉച്ചയ്ക്ക് തമോ ഗുണഭാവമായിരിക്കും. ഇടയ്ക്ക് 8 മണിക്ക് ശേഷം 12 മണി വരെയുള്ള സമയം രജോ ഗുണഭാവമായിരിക്കും. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഘടനയ്ക്ക് വ്യത്യാസം വരും. വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെയുള്ള 15 മണിക്കൂർ തമോ ഗുണത്തിന്റെ ആധിക്യം വരുമ്പോൾ അവിടെയും ഘടന വ്യത്യാസം വരും. ഇങ്ങനെ ഓരോ ദിവസമെങ്കിലും പ്രകൃതിക്ക് ചേഞ്ചസ് ഉണ്ടാകുന്ന പോലെ നമ്മുടെ സ്വഭാവത്തിലുള്ള ഘടനയിലും ഭാവത്തിലും വ്യത്യാസം വരും. ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് മായയാകുന്ന മറയാൽ പരമാത്മാവിനെ ആരും അറിയുന്നില്ല. എത്ര അറിയാൻ ശ്രമിച്ചാലും അറിയാൻ വളരെയധികം പ്രശ്നമാണ്. കാരണം മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവെ എല്ലാം അറിയുകയും ചെയ്യും. നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 100% ഓരോ നിമിഷവും ഭഗവാൻ അറിയാൻ സാധിക്കും. നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കുന്നത് എന്താ? നമുക്ക് അത്ഭുതം തോന്നും. ഓരോ ജീവികളെ പറ്റിയും ഭഗവാൻ അറിയാന്ന് പറയുമ്പോഴോ അത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എല്ലാവരും ഭഗവാനിൽ നിന്നുണ്ടായതാ. അതുകൊണ്ട് ഇപ്പം സോഴ്സ് അറിയാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ മായപ്പെട്ടിരിക്കുമ്പോൾ നമ്മളിലുണ്ടായ മക്കളുടെ സ്വഭാവവും ഘടനയും സ്വഭാവത്തെ പറ്റി നമുക്ക് അറിയില്ല. അതേസമയം നമ്മൾ കുറച്ച് മായ ജയിച്ചിട്ടിരുന്നാലോ ഈ മക്കൾ എന്താ ചിന്തിക്കുന്നത്, എന്താ പറയാൻ പോകുന്നത്, എന്താ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. നിസ്സാര കാര്യമാണ്. നമ്മുടെ ഘടന, നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഈശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ ത്രികാലങ്ങളെ പറ്റിയും നമുക്കറിയാൻ സാധിക്കും. ഓരോ ഘടനയിലും ഇല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താ ചെയ്യാൻ പോകുന്നത് 3 കാലങ്ങളെ പറ്റിയും അറിയാൻ സാധിക്കും. ഇത് നമ്മളെ സമീപിക്കുന്നവരിലും അറിയാൻ സാധിക്കും. പക്ഷെ നമ്മൾ മായയിൽ ജയിക്കണം. മായ ജയിച്ചിരിക്കുന്ന ഭഗവാനേ ഉള്ളൂ. അപ്പം ഒരു 90%, 60% ഒക്കെ ആയിക്കഴിഞ്ഞാലാണ് ഈ ശ്രേഷ്ഠത ഉണ്ടാകുക. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മായയാകുന്ന മറയാൽ പരമാത്മാവിനെ ആരും, നമുക്ക് മായ കൊണ്ടാണ് ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്. മായയ്ക്ക് അതീതനായതുകൊണ്ട്, മായാബദ്ധമല്ലാത്തതിനാൽ ഭഗവാൻ എല്ലാവരെയും അറിയും, എല്ലാം അറിയും. എല്ലാവരെയും അറിയുന്നു മാത്രമല്ല എല്ലതും അറിയും. അതുകൊണ്ട് ഇച്ഛാദോഷ സമുദ്ദേന ദ്വന്ദ് മോഹന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഏ പരന്തപ,
താപനായിരിക്കുന്ന അർജുന, സർഗേ സൃഷ്ടികാലത്ത്, ഇവിടെ സർഗേ ഉദ്ദേശിക്കുന്നത് സൃഷ്ടികാലത്ത് തന്നെ ഇച്ഛാദോഷ സമുദ്ദേന രാഗദ്വേഷങ്ങളിൽ നിന്ന് ഉയരുന്ന ഇച്ഛാദോഷ സമുദ്ദേന, അതായത് സൃഷ്ടികാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ തന്നെ രാഗദ്വേഷാദികളിൽ നിന്ന് ഉയരുന്ന ദ്വന്ദ്വമോഹന പറഞ്ഞാൽ, ദ്വന്ദ്വമോഹം എന്ന് പറയുന്നത് എന്താ? സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ ഉണ്ടാകുന്ന മോഹത്താൽ സർവഭൂതാനി എല്ലാ ജീവികളും സമ്മോഹം യാന്തി മൂഢതയെ പ്രാപിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലയോ അർജുന, സൃഷ്ടികാലത്ത് തന്നെ അഥവാ നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ രാഗദ്വേഷാദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ നിമിത്തം, സുഖം ദുഃഖം ഇതൊന്നും, സുഖം ദുഃഖമൊന്നും ഈശ്വരന്റെ സൃഷ്ടിയല്ല. പിന്നെ എങ്ങനെയാ? നമുക്ക് ഇച്ഛാദോഷ സമുദ്ദേന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നടന്നാൽ നമുക്ക് സുഖം, ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നടന്നാലോ അതുകൊണ്ട് ദുഃഖം. നമുക്കുണ്ടാകുന്ന, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഘടന കൊണ്ടാണ് അത്. അവരവർക്ക് ചില കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടമായിക്കൊള്ളുന്ന നിർബന്ധമില്ല. അപ്പോൾ അവർക്കത് ദുഃഖമായിട്ട് മാറും, നമുക്ക് സുഖമായിട്ട് മാറും. ചിലർക്ക് നമുക്ക് ദോഷമായി തീരുന്ന കാര്യം മറ്റേയാൾക്ക് ദോഷം ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ മായയുടെ ഘടന, അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ ഘടനയാൽ രൂപീകൃതമായിരിക്കുന്ന സ്വഭാവത്താലാണ് സുഖവും ദുഃഖവും അനുഭവം വ്യത്യസ്തമായിട്ട് വരിക. അത് ഈശ്വരന്റെ സൃഷ്ടിയല്ല, നമ്മുടെ അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സൃഷ്ടികാലത്ത് തന്നെ ജനിക്കുമ്പോൾ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു കുഴപ്പമുണ്ട് നമുക്ക് എല്ലാവർക്കും. എന്താ? രാഗദ്വേഷാദികളിൽ നിന്നുത്ഭവിക്കുന്ന, രാഗം എന്ന് പറയുന്നത് എന്താ? ആഗ്രഹങ്ങള്, അത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നലാണ് രാഗം. ആഗ്രഹങ്ങളാകാം, പക്ഷെ ആഗ്രഹങ്ങൾ എന്താണോ ആഗ്രഹമുള്ളത് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേണം തോന്നിയാൽ അത് രാഗമായി മാറി നിർത്തും. പിന്നെ ദ്വേഷങ്ങളോ, കിട്ടാതെ വന്നാൽ, അല്ലെങ്കിൽ കിട്ടിയത് നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനോട് വെറുപ്പായി. കിട്ടിയിട്ട് നിലനിൽക്കാതെ വന്നാലോ അപ്പോൾ ദുഃഖം ഉണ്ടാകുന്ന അർത്ഥം. ആ ദ്വേഷങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ നിമിത്തം, സുഖം ദുഃഖം ദ്വന്ദ്ങ്ങൾ നിമിത്തം, മോഹത്താൽ നിമിത്തമുണ്ടാകുന്ന മോഹത്താൽ, അഥവാ ആ മോഹം എന്ന് പറയുന്നതും യഥാർത്ഥ മോഹമല്ല, മോക്ഷത്തിലേക്കുള്ള മോഹമല്ല, അവിവേകം കൊണ്ടുണ്ടാകുന്ന മോഹം, അതായത് ഭൗതികതയിലുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങളിലുള്ള മോഹം. എല്ലാ ജീവികളും മൗഢ്യത്തെ പ്രാപിക്കും. അപ്പൊ ഈശ്വര ഭജനം നടത്തുന്നവർക്ക് പോലും ഏത് സമയത്തും ഈ മൗഢ്യം അനുഭവിക്കാന്നർത്ഥം. അപ്പൊ മൗഢ്യത്തിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് എൻ്റെ മൗഢ്യത്തിന്റെ കാരണം എന്താന്ന് ഇന്നാ ഞാൻ വെളിപ്പെടുത്തിയ. 2 ദിവസമായിട്ട് അതിങ്ങനെ നടക്കണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ട്, ഇവിടെ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണ്ട്. പക്ഷേ ആ മൗഢ്യത്തിന്റെ മായ, അല്ലെങ്കിൽ ആ മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് യഥാർത്ഥ ശക്തി പ്രകടമാക്കാത്ത ഒരവസ്ഥ വരും എന്നർത്ഥം മൗഢ്യം ബാധിച്ചാൽ. അതിനെന്താ കാരണം? നമുക്ക് ദേഹം കിട്ടിയപ്പോൾ തൊട്ട്, ഇല്ലെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ടുള്ള രാഗദ്വേഷാദികളെ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ, അതാണ് മൗഢ്യത്തിന്റെ യഥാർത്ഥ കാരണം. അങ്ങനെ അത് മോഹമായി ഭവിക്കാൻ, മോഹഭംഗമായല്ലോ. അതെപ്പോഴും ഒരേപോലെ നിൽക്കില്ല. ഈ സുഖവും ദുഃഖമൊന്നും ഒരേപോലെ നിൽക്കില്ല. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ? നമുക്ക് എന്നും ഒരേപോലെ ഈ എനർജി ലെവൽ ഒരേപോലെ നിൽക്കണം എന്നുള്ളത് ഒരു മോഹ. ആ മോഹഭംഗമായ വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പം അത് മൗഢ്യത്തെ ബാധിക്കുന്ന പറയുന്നത്. ആ മൗഢ്യം ബാധിച്ചാലോ സകല ജീവികളും മോഹങ്ങളിൽ വശംവദരായിട്ടാണ് ജനിക്കുന്നത്. അതിനാലാണ് പരമാത്മാവിനെ അവർക്ക് ഒരേപോലെ നിത്യയുക്തമായിട്ട് ഭജിക്കാൻ സാധിക്കാത്തത്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഒരേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും, വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഇനി പ്രാരാബ്ധമായിക്കോട്ടെ, നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെ ഒരേ എനർജി ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ?
ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങളും കണ്ടെത്തണം. കാരണം ഞാൻ ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് അതൊക്കെ കണ്ടെത്തും. എന്താ മൗഢ്യം എന്നുള്ള കാരണം. ഒന്ന് സൂചന കിട്ടി, സൂചന മുൻകൂട്ടി കിട്ടിയിട്ടും അതിൻ്റെ ലക്ഷണ ഫലങ്ങൾ അനുഭവത്തിലുണ്ടായി 3 ദിവസം വരെ നമ്മൾ പിന്നെയും ഈ മോഹവലയത്തിലാണ്. എന്താ മൗഢ്യം എന്ന് പറയുമ്പോൾ കാരണം എന്താന്ന് മനസ്സിലായില്ല. മൗഢ്യത്തിനുള്ള കാരണം എന്താ? ഇല്ലേ, ദിവസം 3 മണിക്കൊക്കെ എഴുന്നേക്കണ ദിവസം ഒരു ദിവസം ഒന്നല്ല, ദിവസവും നേരത്തെ എഴുന്നേക്കും. ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എനർജി ലെവലിനൊന്നും ഒരു കുറവും വരാറില്ലല്ലോ, അല്ലേ? അപ്പോൾ ഒരു മൗഢ്യം ബാധിച്ചിട്ടുണ്ടല്ലോ. ആ മൗഢ്യത്തിൻ്റെ കാരണം എന്താ? കാരണം ആ മൗഢ്യത്തിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ? സകല ജീവികളും ഈ മൗഢ്യത്തോടുകൂടി, അഥവാ ജനിക്കുമ്പോൾ തന്നെ ഈ രാഗദ്വേഷാദികളെ കൊണ്ട് ഈ ശരീരം കിട്ടിയപ്പോൾ തൊട്ടുണ്ടെന്നർത്ഥം. അത് പൂർണ്ണമായിട്ട് ദേഹം ഉള്ളിടത്തോളം കാലം ഉപേക്ഷിക്കാൻ സാധ്യമല്ല ആർക്കും. എത്ര ജ്ഞാനിയായിരുന്നാലും സാധ്യമല്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ മനസ്സിലാവൂ. അതിനാലാണ് പരമാത്മാവിനെ ഒരേപോലെ നിത്യയുക്തമായിട്ട് നമുക്ക് ഭജിക്കാൻ സാധിക്കാത്തത്. എന്നാൽ ശരീരബോധം വിടണ ട്രെയിനിങ് ധ്യാനമൊക്കെ ശീലിച്ച് ഇരിക്കുന്നുണ്ടെങ്കിലും ഈ ധ്യാനത്തിലിരിക്കാൻ പോകുന്നില്ല, ധ്യാനം ചെയ്യാൻ എത്ര ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാലും നമുക്ക് ഒരേപോലെ അത് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് ഈ ശരീരം കൊണ്ടുണ്ടായിരിക്കുന്ന ഈ പറയുന്ന മൗഢ്യം ബാധിച്ചിട്ടുണ്ടെന്നർത്ഥം. അത് ശരീരം ഉള്ളിടത്തോളം കാലമുണ്ട്. ശരീരത്തോടെ ഇരുന്ന് ശരീരബോധത്തിലേക്ക് എത്തുന്ന നിമിഷം ചിലപ്പം അതിൽ നിന്ന് മൗഢ്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ആ മൗഢ്യം പിറ്റേ ദിവസം പിന്നെ ഉണ്ടാവും. കാരണം അത് ജനിക്കുമ്പോൾ ശരീരം കിട്ടിയപ്പോൾ തന്നെ കൂടെയുള്ള നിഴൽ പോലെ ഉണ്ടെന്നർത്ഥം. കാരണം ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ഘടന ഇല്ലാതെ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും ഒന്നിനും നിലനിൽപ്പില്ല. അതാണ് ഈ മായയുടെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാതെയാക്കാൻ നമ്മൾ വിചാരിച്ചാൽ ബലം പിടിച്ചാലൊന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്നാണ് സകല ജീവികളും ചക്രത്തിൽ പെടുന്നത്. അതുകൊണ്ട് ഭജിക്കാൻ സാധിക്കാന്ന് മാത്രമല്ല, പിന്നെന്താ സംഭവിക്കുക? യേശാം ത്വ അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ വിനിർമുക്ത ഭജന്തേ മാം ദൃഢാവൃത. തു പുണ്യകർമ്മണാം, എന്നാൽ കർമാക്കളായിരിക്കുന്ന, അതായത് പുണ്യകർമ്മം ചെയ്തിട്ടുള്ള സുഹൃതികളായിട്ടുള്ള യേശാം ജനാനാം, യാതൊരു ജനങ്ങളുടെ പാപം അന്തഗതം, പാപം നശിച്ചിരിക്കുന്നുവോ. ഈ ശ്ലോകം പ്രത്യേകം നോട്ട് ചെയ്തോളാം. പാപം ത്വ അന്തഗതം, പാപം നശിച്ചിരിക്കുന്നുവോ. തേ ദ്വന്ദ്വമോഹ വിനിർമുക്ത, അവർ ദ്വന്ദ്വമോഹത്തിൽ നിന്നും വിമുക്തരായിക്കൊണ്ട് ദൃഢവൃതന്മാരായിട്ട് മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. ഇതാണ് സന്യാസി പറഞ്ഞത്. അങ്ങ് പറയുന്നത് അങ്ങ് കേൾക്കണം, മറ്റുള്ളവർ കേട്ടോ കേട്ടില്ല എന്നല്ല നോക്കണ്ടെന്ന് പറയും. എത്ര ശ്രേഷ്ഠമായി. അതാണ് പിന്നീട് ഈ മൗഢ്യത്തിൽ ഇരുന്നാലും ഇദ്ദേഹം ഇങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞത് ഗഹനമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോ എങ്ങനെയുള്ളവരാ? പാപരാഹിത്യം പൂർണ്ണമായിട്ട് വന്നവര്, അവർ ദ്വന്ദ്വമോഹത്തിൽ നിന്ന് മുക്തരായിട്ട് ദൃഢവൃതന്മാരായിട്ട് എന്നെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ മൗഢ്യത്തിന് എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കാം. അത് ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും ദേഹബോധം ഉള്ളിടത്തോളം കാലം ഇതുണ്ടെന്നർത്ഥം. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ ശരീരത്തിന് ക്ഷീണമുണ്ട്, വയസ്സായില്ലേ, അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ പ്രായമായതിൻ്റെ ദേഹത്തിൻ്റെ അസഹ്യതയൊക്കെ എനിക്കുമുണ്ട്. അപ്പൊ ഈ പറയുന്ന മൗഢ്യം ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡെസ്പാകുക എന്നുള്ള പ്രശ്നമൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ശരീരം കിട്ടിയപ്പോഴൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ? യാതൊരു ജനങ്ങളുടെ പാപം നശിച്ചിരിക്കുന്നുവോ, പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നുവോ, അവർ ഈ ദ്വന്ദ്വമോഹത്തിൽ നിന്ന്, എന്ത് രാഗദ്വേഷാദി, ദ്വന്ദ്വമോഹം എന്ന് പറയുന്നത് എന്താ? രാഗദ്വേഷാദികൾ. ആ ദ്വന്ദ്വമോഹത്തിൽ നിന്നും
മുക്തരായിട്ട് ദൃഢവൃതന്മാരായിട്ട് എന്നെ ഭജിക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ പാപരാഹിത്യം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ദ്വന്ദ്വമോഹങ്ങളൊക്കെ കിടക്കുന്നത് എന്നർത്ഥം. അതെനിക്കും അറിയാം. ഇല്ലെങ്കിൽ പണ്ടേ നമ്മുടെ പ്രാരാബ്ധം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കർമ്മവും ചെയ്തുകൊണ്ടിരിക്കേണ്ടല്ല, കർമ്മങ്ങളൊക്കെ അവസാനിക്കും. അപ്പം അങ്ങ് ചെയ്യുന്ന കർമ്മം കൊണ്ട് അങ്ങയുടെ മൗഢ്യത്തെയാണ് ഇല്ലാതെയാക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അല്ലാതെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ആരെത്ര പേര് കേട്ടു, ഇല്ലെങ്കിൽ അതുകൊണ്ട് കേൾപ്പിച്ചു എത്ര കാര്യം, ഇല്ലെങ്കിൽ എത്ര പേര് ഇതൊക്കെ അറിഞ്ഞു, ഇതൊന്നും അല്ല അങ്ങ് വിഷയാക്കണ്ടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞതോ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം അങ്ങ് പാരായണം, ഗീത പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് കേൾക്കുന്നുണ്ട്. അത് ചെവിയിൽ പഞ്ഞി വെച്ചിട്ടല്ലല്ലോ കേൾക്കണേന്ന് ചോദിച്ചു. അത് ഉറച്ച് കേൾക്കാനാണ്. അതാണ് നമുക്ക് പാപരാഹിത്യം തരുള്ളൂ. അതാണ് പറഞ്ഞതിൻ്റെ കാര്യം. അങ്ങ് കേൾക്കൂ. ഞാനിപ്പോൾ ആവർത്തിച്ച് പറയാറുണ്ട്, ഒരു പ്രാവശ്യം സമ്പൂർണ്ണ പാരായണം നടത്തുമ്പം മുഴുവൻ പാരായണം നടത്തുന്നതും കേൾക്കുന്നതും ഞാൻ ഒറ്റ ആളെ കേൾക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ആ കേൾക്കുന്നത് പോലും നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെയാണോ കേൾക്കുന്നത് എന്ന് ഞാൻ തന്നെ ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ പാരായണം ചെയ്യുമ്പം നിങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടോ, എത്രമാത്രം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാകും വറീഡാകരുത് അതേപ്പറ്റി. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം. ഞാനിപ്പോൾ പ്രഭാഷണം നടത്തുന്നതും നിങ്ങൾ എത്ര പേര് കേട്ടു എന്നല്ല എന്നോട് ചിന്തിക്കാൻ പറഞ്ഞ അദ്ദേഹം. അങ്ങ് എത്രമാത്രം ഇത് കേൾക്കുന്നുണ്ട്, അത് ശ്രദ്ധ വയ്ക്കൂ. ആ ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ ഗായത്രി മന്ത്രം കൊണ്ട് ഒരു ഗായത്രി ഒരു ദിവസം ജപിച്ചാൽ അതിൻ്റെ ഒരു ദിവസത്തെ പാപമുക്തി കിട്ടുമെങ്കിൽ അങ്ങ് ഇത്രയും കാലവും ഗായത്രി ഉപാസിക്കുന്നുണ്ട്, അങ്ങ് സഹസ്രാവർത്തി ചെയ്യാറുണ്ട്, മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ദിവസവും നിത്യയുക്തമായിട്ട് സഹസ്രാവർത്തി ജപിക്കാൻ ഒരിക്കലും 41 ദിവസം തികച്ചിട്ടൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും തടസ്സം ഉണ്ടാകും. പക്ഷെ 2 നേരം 1336 ജപിക്കണം എന്ന് അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എനിക്കത് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. വേറെ പണിയൊന്നുമില്ല, ഇരുന്ന് ജപിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്, ഇത് സ്ട്രിക്റ്റായിട്ട് പിടിക്കണം. പിന്നെ അങ്ങ് പാരായണം ചെയ്യുന്നതും അങ്ങ് പ്രഭാഷണം നടത്തുന്നതും അങ്ങ് തന്നെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയാം. വേറെ ആരും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ, എത്ര ശ്രേഷ്ഠമായ ഗൈഡൻസ് ആണ് കിട്ടിയേക്കണെന്ന് നോക്കണം. പക്ഷെ അത് ഈ രാഗദ്വേഷാദികളുടെ മായയുടെ ഘടന കൊണ്ട് അതിപ്പോഴും അങ്ങോട്ട് ഉറച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം. ഇപ്പം സാധാരണഗതിയിൽ ഈ സന്യാസിമാർ ബ്രാഹ്മണരോട് ഇറിറ്റേഷനുള്ളവരാണ്. അവർ കണ്ടാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു അനുഭവം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയത് പോലും. അതേസമയം ഇദ്ദേഹം അങ്ങനെയല്ല, ബ്രാഹ്മണനാന്ന് കണ്ടാൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എത്ര ഗായത്രി ജപിക്കേണ്ടതെന്ന് ആദ്യം ചോദിക്കും. ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സന്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ബ്രാഹ്മണനല്ല, പക്ഷേ അതാണ് ഏറ്റവും ചില നെഗറ്റീവ്സൊക്കെ അദ്ദേഹത്തിന്. ഞാനതൊന്നും അന്വേഷിക്കാറില്ല. പല കാര്യങ്ങൾക്കും എനിക്ക് ഗൈഡൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ പറഞ്ഞ പോലെ കണക്കാക്കണ്ടേ. അതെ. അപ്പം അതുകൊണ്ട് ഈ യേശാം തോ അന്തഗതം പാപം, ഇത് എല്ലാവർക്കും ബാധകമാണെന്നർത്ഥം. അതുകൊണ്ട് ജനാനാം പുണ്യകർമ്മണം, ഏതൊരു ജനമാണോ സുഹൃത്തികളായിട്ട് മാറുന്നത്, തേ ദ്വന്ദ്വമോഹ വിനുമുക്ത, അവരാണ് ഈ ദ്വന്ദ്വമോഹത്തിൽ നിന്ന്, ഈ മൗഢ്യത്തിൽ നിന്ന്, മൗഢ്യം എന്ന് പറയുന്നതാണ് ഈ ദ്വന്ദ്വമോഹങ്ങൾ, അതായത് രാഗദ്വേഷാദികൾ, ആഗ്രഹങ്ങൾ തീരാത്ത ആഗ്രഹങ്ങളും അതിൻ്റെ പിന്നാലെ പോവുകയും അതിനെ ഇച്ഛകൾ നടക്കാതെ വന്നു കഴിഞ്ഞാൽ അതിനോട് ദേഷ്യം വരികയും ഇല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഈ 2 വികാരങ്ങളുണ്ട്, രാഗവും ദേഷ്യവും. ഇത് മുക്തി പ്രാപിക്കണമെങ്കിൽ പാപരാഹിത്യം പൂർണ്ണമായിട്ടും ഉണ്ടാകണം. അപ്പൊ പാപരാഹിത്യം വരുത്താനാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ചെയ്തോളൂ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോളൂ, പക്ഷെ ഇതും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. 108 ഒന്നും പോരാന്നാണ് അദ്ദേഹം പറയുന്നത്. ഗായത്രി ജപം 108ന്റെ ശക്തി കൊണ്ടാണ് ഇതുവരെ ഞാൻ എത്തിയത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇനിയുള്ള കാലം
ആദ്യം ഒരു നേരമെങ്കിലും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. 1336 ദിവസവും ജപിക്കണം എന്ന് പറഞ്ഞു. അത് 2 നേരം വേണം, രാവിലെയും വേണം വൈകുന്നേരം വേണമെന്ന് പറഞ്ഞു. ഏകദേശം 1.5 മണിക്കൂർ സമയം വേണം 1336 ജപിക്കണമെങ്കിൽ. അത് ശരിക്കും ഈറം മാസത്തിലൊക്കെ നിന്ന് ജപിക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി എത്തുമ്പോഴത്തേനും ബോഡി ഹീറ്റാവും, വേർക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കൊരിക്കലും അദ്ദേഹം പറഞ്ഞ് നിത്യയുക്തമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും ഞാനൊരു 25 ദിവസം ചെയ്തിട്ട് 25,000 ഒരു ഹോമം നടത്തണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 41 ദിവസം സഹസ്രാവതി ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂഷൻ പലപ്പോഴും ജപിക്കാൻ തുടങ്ങും, 41 ദിവസമൊക്കെ പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് കണ്ടിന്യൂഷൻ 1 വർഷം തയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിച്ചിട്ടില്ല. പിന്നെയുള്ള സമയം ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഭാവിയിൽ എന്താ കാണില്ല, അതൊന്നും ഇപ്പം പ്ലാൻ ചെയ്യേ വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ സമർപ്പണമോ അതൊക്കെ ദൂര കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ നടന്നത്. അതുകൊണ്ട് പ്രീ പ്ലാൻ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവിക്കാന്നുള്ളത് ഇപ്പം പറയാൻ പറ്റില്ല, സംഭവിക്കുമ്പം അത് ഉൾക്കൊണ്ടുള്ള എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇതിന് കാരണം? പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചവരായിരിക്കുന്ന ഏത് ജനങ്ങളുടെ പാപം നശിക്കുന്നുവോ അവർ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കുന്ന മോഹത്തിൽ നിന്നും മുക്തരായിട്ട് നിശ്ചയദാർഢ്യത്തോടെ എന്നെ ഭജിക്കും. ഈ ഒരു നിശ്ചയദാർഢ്യം ഉണ്ട്, പക്ഷേ എന്താ പറഞ്ഞേ, കുറച്ച് മൗഢ്യം ബാക്കി കിടക്കേണ്ടതെന്നർത്ഥം. ജരാമരണ ഇത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് വേണേൽ എടുക്കാം. കാരണം ഈ 1 വർഷം നീണ്ടു നിൽക്കുന്നത്, ബാക്കിയെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറയുന്നത് അതും ഒരു യോഗ. ഇല്ലെങ്കിൽ അത് സാധിക്കില്ല. പല പ്രശ്നങ്ങളൊക്കെ ഇതുപോലെയുള്ള കൺസിക്വൻസസ് പലതും കുടുംബത്തിലൊക്കെ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണവും അദ്ദേഹം ഒരാളോട് പറഞ്ഞു. എന്താ പറഞ്ഞേ, ഞാനിപ്പോൾ 100 ഗീതാസപ്താഹം പൂർത്തിയാക്കണു എന്ന് പറഞ്ഞപ്പം 500 ഭാഗവത സപ്താഹം പൂർത്തിയാക്കിയ ആളെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ഒരു ആചാര്യൻ ഗുരുവായൂർ അധ്യാത്മ ഹാളിൽ ഭാഗവതം വായിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്നൊരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞു. വായിക്കുന്ന ആളുടെ മകനാണ് മരിച്ചത്. അപ്പം ഇദ്ദേഹം വന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് ദസ്പായിട്ടോ എഴുന്നേറ്റ് പോകുകയോ ഓടുകയോ ഒന്നും ചെയ്തില്ല. ആ ഭാഗവതം പൂർത്തിയാക്കിയിട്ടേ അദ്ദേഹം അവിടുന്ന് പോയുള്ളൂ. അപ്പം ചെന്ന് പറഞ്ഞ ആൾ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അത് അറിയിക്കണമല്ലോ, അറിയിക്കാതിരുന്ന പ്രശ്നമാണല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ. ഞാനിപ്പം ഭാഗവതം വായിക്കാന്നുള്ളൊരു ദീക്ഷ എടുത്തിരിക്കുക, അതുകൊണ്ട് ഇത് പൂർത്തിയാക്കാതെ എങ്ങോട്ടുമില്ല, അതിൻ്റെ ഫർദർ എന്താ വേണ്ട ചടങ്ങുകളൊക്കെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം എന്നെ സൂചിപ്പിച്ചത്. എന്താ ഇങ്ങനെയുള്ള ദ്വന്ദ്വമോഹങ്ങളിൽപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലോ മറ്റുള്ളിടത്തോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊന്നും ദൃഢവ്രതന്മാരായിട്ട് ഭജിക്കണം. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വീഴ്ച വരുത്തരുത് എന്നാണ് സൂചന. മുക്തരായിട്ട് ദൃഢനിശ്ചയത്തോടെ എന്നെ ഭജിക്കുക, അതാണ് അങ്ങയുടെ ദൗത്യം എന്ന് സൂചിപ്പിച്ചു എന്നർത്ഥം. ജരാമരണമോക്ഷമായ ആസക്തി. എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ മുഴുവൻ മനസ്സിലാകുന്ന ശരിക്കും ഇന്നൊരു നിമിഷത്തേക്ക് സുഷുപ്തിയിലേക്ക് പോയിട്ടാ ബ്ലാങ്ക് ആകാന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്നെ ഓർപ്പിച്ചല്ലോ, ഉറങ്ങാണോ എന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങല്ല, മനസ്സിലായില്ലേ? യോഗ നിദ്ര ഒരു നിമിഷത്തേക്ക്. അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ പിന്നെ വിളിച്ചാലൊന്നും കേൾക്കില്ല. ശരിക്കും ഉറങ്ങിപ്പോയാൽ വിളിച്ചാലൊന്നും അറിയില്ലല്ലോ. അപ്പം ആ ഒരൊറ്റ ശ്ലോകം വായിച്ചപ്പോഴാ ഇച്ഛാദോഷ സമ്മത. ആ സമയത്താ, അതുവരെ എൻ്റെ എനർജി ലെവലിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരൊറ്റ ശ്ലോകം വായിച്ചപ്പം മൗഢ്യത്തിൽപ്പെട്ടു, പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അത് കഴിഞ്ഞ് ഉണർന്നിട്ട് പിന്നെ ഈ മൗഢ്യത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചോണ്ടാണ് പുറത്തേക്ക്. ഇപ്പം ഞാൻ പറയണത് വ്യത്യാസം വന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കുമ്പോൾ മനസ്സിലായി. ഞാൻ ഇടയ്ക്ക് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡാകുന്ന വെച്ചിട്ട് കോഫി വരെ ചെയ്തു ഇതിനിടയ്ക്ക്. അപ്പം യഥാർത്ഥ മൗഢ്യത്തിൻ്റെ കാരണം ഒരു നിമിഷത്തേക്ക് ബ്ലാങ്ക് ആയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കിട്ടിയെന്നർത്ഥം. രാവിലെ തുടങ്ങുമ്പം മുതലുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഉണ്ട്, മിനിഞ്ഞാന്നും ഉണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ എന്താ പറഞ്ഞേ, വീട്ടിൽ പോയത് തന്നെ അതുപോലെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. പെട്ടെന്ന് ചെല്ലണം, ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയത്. ഞാൻ 10-ാം തീയതി ചെല്ലാം, എന്തായാലും വരണണ്ട, അന്ന് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ടും അത് പോരാ, അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിളിച്ചിട്ട് പോയത്. അപ്പോൾ പോലെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നർത്ഥം. പിന്നെ അന്ന് പോയിട്ട് വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല, തിരിച്ചിവിടെ വന്നപ്പോഴും അവിടെ മൗഢ്യത്തിന്റെ ഭാഗം. അപ്പൊ ഈ പറയുന്ന മൗഢ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരം ബ്ലാങ്ക് ആയിപ്പോയി. 1-2 ദിവസമല്ല, 3, അതായത് മിനിഞ്ഞാന്ന് തൊട്ട് അതിന്റെ മൗഢ്യം ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ശരിക്കും ആ മൗഢ്യത്തിന് കാരണം ക്ലിക്കായത് ഇപ്പോഴാണ്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടാ ഏകാഗ്രതയായിട്ട് ദൃഢവൃതന്മാരായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, റൊട്ടീൻ നമ്മൾ ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ അതില് എനർജി ലെവലിൽ വ്യത്യാസം വന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയല്ലോ. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കാതിരിക്കില്ലല്ലോ എന്തായാലും. അപ്പൊ അതുകൊണ്ട് ആ മൗഢ്യം എന്താന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ സാധ്യതയുള്ളൂ. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആ മൗഢ്യം എന്താന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കണം. അപ്പോഴേ അതിൽ നിന്ന് മുക്തരായിട്ട് നിശ്ചയദാർഢ്യത്തോടെ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി ഈ പറയുന്ന രാഗദ്വേഷങ്ങളും മായയുടെ ഘടന കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ഇപ്പൊ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചിട്ടൊന്നും ഇവിടെ വന്നിട്ട് ഇരുന്ന് ദൃഢവിധനായിട്ട് ഭരിക്കാനൊന്നും ഭരിക്കില്ല. ഇപ്പൊ രാത്രിക്ക് രാത്രി നമുക്കിപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പം നമുക്കിവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചിന്തിക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഓടിപ്പടിച്ച് കാഷ്വാലിറ്റിയിലോ ICUയിലോ കിടക്കുകയാണെങ്കിലും അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാ, വെറുതെ ഉറക്കം തൂങ്ങിയാൽ പുറത്തിരിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും രോഗികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നാലും നമ്മളെ മൗഢ്യം ബാധിക്കും. നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഇവിടെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞാലും വേണ്ടില്ല, ഈ ദേഹബോധം ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മൗഢ്യം നമ്മളെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ആ മൗഢ്യത്തെ അതിജീവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം പറഞ്ഞു തരണമെങ്കിലോ, അപ്പൊ ഇങ്ങനെ എന്തോ ഒരു മൗഢ്യം വരാനുണ്ടെന്നല്ലേ എന്ന് സൂചന. ഇനി ഒന്നും കൂടെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡിസംബറിലേക്കൊന്നും അങ്ങ് നോക്കിയിരിക്കൊന്നും വേണ്ട, ഇപ്പൊ എന്താ ചെയ്യണ്ടേ, അവിടെ ഉറയ്ക്കാൻ പറഞ്ഞു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോളും, അത് അന്നത്തെ കാര്യമല്ലേ. അപ്പൊ പ്രസന്റ് കണ്ടീഷനാണ് പ്രാധാന്യം എന്നർത്ഥം. വർത്തമാന കാലത്തിനാണ് പ്രാധാന്യം. അത് ഞാൻ പലപ്പോഴും പറയാറുമുണ്ട്. ഈശ്വരൻ എപ്പോഴും വർത്തമാനത്തിന് കാര്യമുള്ളൂ. നാളെ എന്താകും, ഇല്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമ്മൾ പ്രീ പ്ലാൻ ഒന്നും ചെയ്യണ്ട. എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ എന്താ ചെയ്യണ്ടേ, ഈ മൗഢ്യത്തിൽ നിന്ന് മുക്തരായിട്ട് നിശ്ചയദാർഢ്യത്തോടെ ഭഗവാനെ ഭജിക്കണം. കാരണം എന്താ, ജരാമരണ മോക്ഷായ മാസത്യേ ബ്രഹ്മ തത്വതി കൃഷ്ണ അധ്യാത്മം കർമ്മചാകിരം. ജരാമരണ മോക്ഷായ, യാതൊരുവൻ ജരാമരണ മുക്തിക്കായിക്കൊണ്ട് മാം ആശ്രിത്യ യതന്തിയെ, എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ, തേ തദ് ബ്രഹ്മ, അവർ ആ ബ്രഹ്മത്തെയും, കൃഷ്ണം ആധ്യാത്മം പൂർണ്ണമായിരിക്കുന്ന ആധ്യാത്മത്തെയും, അഖിലം കർമ്മജ വിധൂം എല്ലാ കർമ്മങ്ങളെയും അറിയുന്നു. ഏതൊരാൾ ജരാമരണങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ, ഏതൊരാൾ ജരാമരണങ്ങളിൽ നിന്നും ഉള്ള മോചനത്തിനായിക്കൊണ്ട് എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ, അവൻ പരബ്രഹ്മത്തെയും പൂർണ്ണമായ ആധ്യാത്മിക രഹസ്യത്തെയും മുഴുവൻ കർമ്മത്തെയും അറിയുന്നവരായിരിക്കും. ഈ ജരാമരണ മോക്ഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്നത് മാത്രമല്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശരീരം കിട്ടിയിട്ടുള്ളവർക്ക്, നമ്മുടെ അത് നക്ഷത്രബന്ധത്തിൽപ്പെട്ടവരായിക്കോട്ടെ, രക്തബന്ധത്തിൽപ്പെട്ട ആത്മബന്ധത്തിൽപ്പെട്ടവരായിക്കോട്ടെ, സകല ജീവജാലങ്ങളും ഈ ജരാമരണ സർക്കിളിലാണെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ മോചനത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്തു സംഭവിച്ചാലും അത് ബന്ധനത്തിലോ ബന്ധനത്രയത്തിലോ പെട്ടവരായാലും
എന്ത് സംഭവിച്ചാലും ആ ആ പരബ്രഹ്മത്തെയും ഈശ്വരനെയും പൂർണ്ണമായിട്ട് അറിയുന്നതോടുകൂടി കംപ്ലീറ്റ് ആധ്യാത്മിക രഹസ്യത്തെ മുഴുവൻ കർമ്മത്തെയും ആധ്യാത്മിക രഹസ്യത്തെയും നമ്മൾ ചെയ്യുന്നതും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കർമ്മ രഹസ്യത്തെയും അറിയുന്നവനായിട്ട് മാറും. ജരാമരണങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. പുനരാവർത്തി രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്നുള്ള മോചനമാണ്. ആത്മജ്ഞാനലബ്ധി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഉതകും മട്ടിൽ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന അറിവാണ് കർമ്മത്തെ അറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഭൗതികമായിട്ട് നമ്മളിപ്പം എന്തൊക്കെ ഒരു കൂട്ടലൊക്കെ നമ്മളിപ്പം ഞാനിപ്പോ ഈ കുറെ അധികം പ്രവർത്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി 100 സപ്താഹം തികയുന്ന അതിന് കുറച്ചൊരു ഒരുക്കം, അത് കുറെ പേര് ഒന്നിച്ചിരുത്തി പാരായണം ചെയ്യിപ്പിക്കണം, വേദി കുറച്ചുകൂടെ അലങ്കരിക്കണം, ഒതുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറെ അധികം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആധ്യാത്മിക രഹസ്യത്തെ പൂർണ്ണമായിട്ട് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അതിനുതകും മട്ടിലുള്ള കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താ? ആധ്യാത്മിക ജ്ഞാനലുപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ ആ ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മജ്ഞാനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രയത്നിക്കുന്നതൊക്കെ. അത് കുറേയൊക്കെ കിട്ടി, എന്നാലും അതിൽ ഉറച്ചു നിൽക്കാൻ, അതായത് അതിൽ ഉതകും മട്ടിൽ എങ്ങനെ കർമ്മം ചെയ്യണമെന്നുള്ള അറിവും കൂടി ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പൊ ബാഹ്യമായ ഭൗതികമായ ഒരുക്കങ്ങളല്ല പ്രാധാന്യം എന്നുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇപ്പം 20-ാം തീയതി എന്താ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? പിന്നെ 100 തേക്കാൻ പല കാര്യങ്ങൾ ശ്രമിച്ചവർക്കൊക്കെ 100 തേക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അടുത്തൊരു യജ്ഞേശ്വരുണ്ട്, മേൽപ്പത്തൂർ, അല്ല മറ്റേ അഗ്നിഹോത്രികള് 100 യാഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞവേദി ഒരുക്കി 99 യാഗങ്ങളെ പൂർത്തീകരിക്കാൻ സാധിച്ചു. യജ്ഞേശ്വരം ഇവിടെ അടുത്ത് തന്നെ, നമ്മൾ തൃത്താലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അവിടെ വെള്ളിയാങ്കൽ പാലത്തിൻ്റെ ഇപ്പുറത്തെ യജ്ഞേശ്വരം ശിവക്ഷേത്രം ഉണ്ട്. അവിടെ ആയിരുന്നു അഗ്നിഹോത്രാദികൾ. ആ യജ്ഞഭൂമി എന്നറിയപ്പെടുന്ന അതായത് 100 യജ്ഞങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത സ്ഥലമാണത്, ആ ശിവക്ഷേത്രത്തിൻ്റെ പരിസരം. വെള്ളിയാങ്കൽ പാലത്തിൻ്റെ ആ പരിസരത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാ വർഷവും ഒരു ഹിന്ദുമത സമ്മേളനമൊക്കെ നടത്താറുണ്ട്. എനിക്ക് ആ ക്ഷേത്രമൊക്കെ ദാരിദ്ര്യത്തിലൊക്കെയായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ 1-2 ആഴ്ച ഞാൻ പോയി അവിടെ വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഒരു നേരമൊക്കെ പൂജയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേശ്ശെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യജ്ഞേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്നർത്ഥം. അപ്പം ഇതേപോലെ തന്നെ അതൊന്നും ഞാൻ പറയില്ല, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ മള്ളിയൂർ 100 പേരെ ഇരുത്തി ശ്രമിച്ചതൊക്കെ, അതിൻ്റെയൊക്കെ കഥ നമുക്ക് പ്രത്യേകം അറിയാം, ഇന്നത്തെ കാലത്ത് സംഭവിച്ചതുപോലെ. അപ്പം ഈ ആധ്യാത്മിക ജ്ഞാനലുപ്തിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ ഈ കണക്ക് നോക്കലൊന്നും അല്ല പ്രാധാന്യം, അതല്ല കർമ്മം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അർത്ഥം. നമുക്കെപ്പം പാപരാഹിത്യം വരുന്നോ, എപ്പം പൂർണ്ണമായിന്ന് ഭഗവാന് മനസ്സിലാകുന്നോ, അതാണ് കണക്ക്. അല്ലാതെ നമ്മൾ ഭൗതികമായിട്ട് ഇത്ര തികച്ചു, ഇത്ര പാരായണം ചെയ്തു, ഇത്ര പ്രാവശ്യം വായിച്ചു, എത്ര പ്രാവശ്യം സമ്പൂർണ്ണം വായിച്ചു, ഇതൊന്നും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുകൂടി ഇതിൽ നിന്ന് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്? ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കണം. ഒന്ന്, ആധ്യാത്മിക രഹസ്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ആത്മജ്ഞാനലബ്ധി. അതായിരിക്കണം ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഉതകും മട്ടിൽ, അതായത് പൂർണ്ണമായ ആധ്യാത്മിക ജ്ഞാനലബ്ധിയായിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് ഉതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിവാണ് കർമ്മത്തെ അറിയൽ. അല്ലാതെ ഭൗതികമായ നേട്ടങ്ങളോ പേരോ പ്രശസ്തിയോ ഇല്ലെങ്കിൽ എത്ര പേര് വന്നു കേട്ടു, ഇതൊന്നും അല്ല പ്രശ്നം എന്നർത്ഥം. അപ്പോൾ ആ കർമ്മത്തെ അറിയണം. എന്തിനു വേണ്ടിയുള്ള കർമ്മം? ഞാൻ കർമ്മയോഗം എന്താന്ന് പറഞ്ഞിട്ടില്ല. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് കർമ്മയോഗം. അല്ലാത്തതൊന്നും നമ്മളിപ്പോൾ ഭൗതികമായിട്ട് പന്തൽ ഒരുക്കലും അത് ഇത് എന്നു പറയുന്നത് അതൊന്നും കർമ്മയോഗമല്ല. എന്നാൽ നമ്മൾ അതൊക്കെ ഒരുക്ക് കൂട്ടണ്ടേ? മഴ പെയ്താൽ ഷെൽട്ടർ വേണ്ടേ? മഴ പെയ്യാതെ വെയിൽ ഉണ്ടായാൽ വെയിൽ, അതിന് പർണശാല കെട്ടിക്കൊള്ളാ പറഞ്ഞ പർണശാല രൂപത്തിലാണ് ഞാനും കെട്ടിയിരിക്കണത് ഇവിടെ.
അല്ലാതെ പക്കാ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അവരിവിടെ പ്ലാൻ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ഈ മഠത്തെ തൊട്ടുകൊണ്ടൊന്നും ചെയ്യരുത്, ഡിസംബർ 26 വരെ ഒരു പരിപാടിയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത് പൊളിക്കാനും ഈ മരം വെട്ടാനും ഒക്കെ പ്ലാൻ ചെയ്തു, അതൊന്നും തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ട്. നാച്ചുറലിട്ട് എന്താ, ഇന്നലെ എൻ്റെ അടുത്ത് മയിൽ വന്നു, എൻ്റെ അടുത്ത് തൊട്ടടുത്തെന്ന് പറഞ്ഞ പോലെ. മറ്റേ കണ്ട ഓടണ, ശബ്ദം കേട്ടാ ഓടും. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമ്മളെന്തിനാ പരിഷ്കാരത്തിൻ്റെ പേരിൽ അതൊക്കെ നശിപ്പിക്കുന്നത്? അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് വേണം പോകാനും കൂടെ ഒരു സൂചനയില്ലേ? ആധ്യാത്മിക രഹസ്യം അതിലായിരിക്കുന്നത്. ആ ആത്മജ്ഞാന ലബ്ധിക്ക് വേണ്ടിയിട്ട് പ്രകൃതിയോട് ചേർന്ന് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോഴേ ഈശ്വരനെ നമ്മൾ അടുത്തറിയാൻ സാധിക്കും. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഓരോന്ന് ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരം ഒരിക്കലും ഉണ്ടാവില്ല. കൊട്ടാരം പോലെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി വെക്കലോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെക്കലോ ഒന്നും അല്ല ആധ്യാത്മിക ജ്ഞാന ലബ്ധിക്ക് ഉതകുന്നത്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരശക്തിയും നവീകരണം നടത്തിയിട്ടില്ലേ? ക്ഷേത്ര നവീകരണം നടത്തിയിട്ട് എന്താ കാര്യം? എത്ര കലശാടിയിട്ട് എന്താ കാര്യം? നമ്മുടെ ഉള്ളിലാണ് ബിംബം, പ്രതിബിംബമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ കലശമൊക്കെ കേമായിട്ട് നടത്തും. നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം നടന്നിട്ടില്ലെങ്കിൽ അപ്പൊ യഥാർത്ഥ കർമ്മശുദ്ധി എവിടെയാ? കർമ്മയോഗം എവിടെയാ നടക്കേണ്ടത്? അതാണ് പറയുന്നത്, ഏതൊരാൾ ജനാമരണ മോക്ഷങ്ങളിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ട് എന്നെ ആശ്രയിച്ച് ഈശ്വരനെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവർ പരബ്രഹ്മത്തെയും പൂർണ്ണമായിരിക്കുക ആധ്യാത്മ രഹസ്യത്തെയും മുഴുവൻ കർമ്മത്തെയും അറിയണം. അറിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് എങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ എന്നെ ഭജിക്കുന്നവർക്ക് ഈ രഹസ്യം മനസ്സിലാവുന്ന ഭഗവാൻ പറയും. അവിടെ അറിയുന്നു എന്നാ പറയും, അറിയണം എന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആധ്യാത്മിക ജ്ഞാനലബ്ധി, ആത്മജ്ഞാനലബ്ധി ആയിരിക്കണം. അതിനുതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുണ്ട് അത് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ പുതിയ പുതിയ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. പോയാൽ നിങ്ങൾ ബന്ധനത്തിൽപ്പെടും. അല്ലെങ്കിൽ തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ നിന്നൊക്കെ വിട്ടു വന്നത്, എന്നാലും പോയിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്നു എന്നർത്ഥം. അത് ശരീരബോധം ഉള്ളിടത്തോളം കാലം ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതെയാക്കാനും പറ്റില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന ന്യായവും ഇതിലുണ്ടല്ലോ. അപ്പം അത്യാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ബാങ്കിൽ പോയിട്ട് ഒരു ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാണ് അല്ലേ? ഒരാൾ ആശുപത്രിയായെന്ന് പറഞ്ഞിട്ട് ചെന്ന് അന്വേഷിച്ചില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാണ് അല്ലേ? നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആശുപത്രിയായി എന്നിട്ട് അന്വേഷിക്കണില്ല, പറയണില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ദീക്ഷ എടുത്തിരിക്കുക എനിക്കൊന്നും ഒരു ബാധകമല്ല എന്ന് പറഞ്ഞാൽ ശരീരബോധത്തോടെ ഇരിക്കുമ്പം അപ്പം നമുക്ക് കൺസിക്വൻസീസ്, അത് അവിടെയാണ് നമുക്ക് മൗഢ്യം ഉണ്ടാകും. കൺസിക്വൻസീസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. വേണോ വേണ്ടയോ, പോണോ വേണ്ടയോ, നിഷേധിക്കണ്ടോ? ഇവിടെയാണ് നമ്മൾ മൗഢ്യം. ഈ സംശയാത്മാ വിനശതി എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രാക്ടിക്കലി വരിക. കാരണം ബാക്കിയുള്ളവരൊന്നും ഭഗവാൻ പറഞ്ഞ പോലെയാ. ബാക്കിയുള്ളവരൊക്കെ ഭഗവാനെ ശരിക്കും അറിയോ? ഭഗവാനെ ശരിക്കും അറിയാവുന്നവർക്ക് എന്നെ അറിയില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഗീതൊക്കെ കേട്ട് കുറച്ച് ഞാൻ പറയണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ ഇത് ഇതേപോലെയൊന്നും സ്വീകരിക്കില്ല. കാരണം അവർ ഭൗതികതയിലാണ് ജീവിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്താ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തിയുണ്ട്. സാധാരണ ദുഃഖം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അകമറിഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും. അത് തന്നെ, അതാണല്ലോ നമ്മളും അങ്ങനെയൊക്കെ ആണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പൊ ഈ ആത്മജ്ഞാന ലബ്ധിയിലേക്ക് ലക്ഷ്യമിട്ട് വരുമ്പം അതിന് മാത്രമുള്ള കർമ്മത്തിൽ ഒതുങ്ങണം എന്ന് പറഞ്ഞാലും അതും പ്രശ്നം. ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഇപ്പം ബ്രഹ്മചാരിയ അല്ലെങ്കിൽ ആത്മജ്ഞാനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അത് വായിച്ചിട്ട് പൂർത്തിയാക്കിയിട്ട് പോളെന്ന് തീരുമാനം എടുക്കുന്ന ഇതാണ് ആധ്യാത്മ ജ്ഞാനലബ്ധിക്ക് വേണ്ടിയിട്ട്. ആ കർമ്മം എന്താണോ അതിൽ മാത്രം ഉറച്ചിക്കുക. ജരാ മരണം മോക്ഷായ. ഓടി പഠിച്ച് പോയിട്ട് ഇപ്പം അദ്ദേഹം ജീവിക്കുക ഒന്നുമില്ല. മകൻ മരിച്ചാലും ഇപ്പം എന്താ ചെയ്യുക? എല്ലാവരും കരയുന്നു, എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്ന് കരയുന്നു. പക്ഷെ
നമ്മളെ അത് തിരിച്ചറിയുന്നത് ആരായിരിക്കും? ഈശ്വരൻ മാത്രമേ തിരിച്ചറിയുള്ളൂ, ബാക്കി ആരും തിരിച്ചറിയില്ല എന്ന് മനസ്സിലാക്കുള്ളൂ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനും വേണ്ട ഒരു ധൈര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? അദ്ദേഹം 500 ഭാഗവത സപ്താഹങ്ങൾ പൂർത്തിയാക്കിയ ആളായിരുന്നു എന്നാണ് സന്യാസി എന്നോട് പറഞ്ഞത്. അപ്പം ലക്ഷ്യമൊക്കെ നല്ലതാണ്. പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? ഈ 100 തയ്ക്കലോ 1000 തയ്ക്കലോ ഇല്ലെങ്കിൽ ഡിസംബർ 27 എത്തിക്കലോ അല്ല അങ്ങയുടെ ലക്ഷ്യം. ആത്മജ്ഞാന ലബ്ധിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ ആ കർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യൂ എന്നാണ് സൂചന. അതായിരിക്കണം ലക്ഷ്യം. അതിനുള്ള കർമ്മങ്ങളിൽ ഒതുങ്ങണം, ബാക്കിയുള്ളതൊക്കെ വിട്ടോളണം എന്നാണ്. അത് വിടണമെങ്കിലും വേണ്ട ധൈര്യം, അതാണ് സാത്വിക ധൈര്യം. അപ്പം അതുകൊണ്ട് ആ കൃത്യം 2-3 ശ്ലോകങ്ങളിൽ ഇപ്പം ക്ലിക്കായി. മൗഢ്യത്തിൻ്റെ കാരണം കണ്ടുപിടിച്ചു. 3 ദിവസമായിട്ട് ആ മൗഢ്യം ബാധിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് സാധിഭൂതാദി ദൈവം മാ സാധിയജ്ഞം ചയേ വിധും പ്രയാണകാലേ അപിചമാം തേ വിദുർയുക്ത ചേതസ. സാധിഭൂതാദി ദൈവം, അതിദൈവം, അതിഭൂതം, സാധിയജ്ഞം ച എന്നിവയോട് അതിയജ്ഞത്തോടും മാം ഏ വിധും കൂടിയവനായിക്കൊണ്ട് എന്നെ യാതൊരുവൻ അറിയുന്നുവോ യുക്തചേതസ്സ തേ എന്നിൽ മനസ്സുറച്ചവരായിരിക്കുന്ന അവർ പ്രയാണകാലേ അപിച്ച മരണസമയത്ത് പോലും മാം വിധു എന്നെ അറിയുന്നു. എന്നെ അതിഭൂതം, അതിദൈവം, അതിയജ്ഞം എന്നിവയോടുകൂടി ആര് അറിയുന്നുവോ എന്നിൽ മനസ്സുറച്ച അവർ മരണസമയത്ത് കൂടി എന്നെ അറിയുന്നു എന്നർത്ഥം. അതായത് ഈ ആത്മജ്ഞാന ലബ്ധിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം വച്ച് അതിന് ഉതകുന്ന കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഇല്ലെങ്കിൽ ആ കർമ്മം ചെയ്യണം എന്ന ആ യോഗമാണ് യഥാർത്ഥ കർമ്മയോഗം. അങ്ങനെയുള്ളവർക്കാണ് ആധ്യാത്മിക രഹസ്യം ആകുന്ന ആത്മജ്ഞാനം ലഭിക്കുക. അത് ലഭിച്ചു കഴിഞ്ഞാൽ, അവര് മനസ്സുറച്ചു കഴിഞ്ഞാൽ മരണസമയത്തും ശരീരം ത്യജിച്ചു പോയാലും ഭഗവാനിലേക്ക് തന്നെ എത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിഭൂതം, നാമരൂപാത്മകമായിരിക്കുന്ന ജഗത്തിനെയാണ് അതിഭൂതം എന്ന് പറയുന്നത്. അതായത് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അതിദൈവം എന്ന് പറയുന്നത് ദേവന്മാരെ, അതായത് ഇന്ദ്രിയ മനോബുദ്ധികളിൽ അന്ധകരണത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. 8 കൂട്ടത്തെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമേ ഭിന്ന പ്രകൃതി അഷ്ടത എന്ന് പറഞ്ഞു. അതിൽ അതിഭൂതം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങള്, പിന്നെ അന്ധകരണമാണ് ദൈവാധീനം. അതായത് അതിദൈവം എന്ന് പറയുന്നത് എന്താ? മനസ്സും ബുദ്ധി അഹംബോധവും. ഇതാണ് അന്ധകരണം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചതാണ് അതിദൈവം എന്ന് പറയുന്നത്. അതായത് ദൈവാധീനം ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹംബോധത്തിൽ. അതിയജ്ഞം ജീവിത വ്യാപാരങ്ങളെ സംബന്ധിക്കുന്നത്, അതായത് നമ്മൾ ഈ പറയുന്ന ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന അതിയജ്ഞം എന്ന് പറയുന്നത്. നാശമുള്ളതെല്ലാം അതിഭൂതങ്ങളാകുന്നു. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ അതിഭൂതങ്ങളാണ്. എന്തുണ്ടായിട്ടില്ലാതെയാകുന്നു? ഇപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ ഇല്ലാതെയാകുന്നു, മൗഢ്യമില്ലാതാകുന്നു, ഡെസ്പായാലും അത് ഇല്ലാതെയാകുന്നു, സുഖം വന്നാലും ഇല്ലാതെയാകുന്നു, ദുഃഖം വന്നാലും ഇല്ലാതെയാകുന്നു. ഒന്നും എന്തുണ്ടായിട്ട് നശിക്കുന്നുവോ ഇല്ലാതെയാകുന്നുവോ അതൊക്കെ അതിഭൂത. ഈ പ്രത്യക്ഷത്തിലുള്ള വസ്തുക്കൾ മാത്രമല്ല, നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ പോലും അത് ഉണ്ടായിട്ട് നശിക്കുന്നതാ. തിര വന്നു പോലെ വരുന്ന പോലെ തന്നെ തിരിച്ചു പോകും. അതെല്ലാം അതിഭൂതങ്ങളിൽ പെടുന്ന. അപ്പൊ ഈ വികാരം നമ്മളിപ്പോഴും ഈ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മായയുടെ ഘടനാലെ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളോ മൗഢ്യബാധയോ സുഖമോ ദുഃഖമോ വികാര വിചാരങ്ങളോ എന്തൊക്കെ ആയാലും വേണ്ടില്ല, അതുണ്ടായിട്ടില്ലാതെയാകുന്നതാണ്. അതൊക്കെ അതിഭൂതങ്ങളാണ്.
എല്ലാറ്റിലുമുള്ള ജീവാത്മഭാവം അതിദൈവം, അതാണ് ദൈവാധീനം. ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ജീവഭാവം നമ്മുടെ ശരീരത്തെ ജീവാത്മാവായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കോപ്പി. ധാരണം ചെയ്യുന്ന പ്രപഞ്ചപ്രാണനും അത് തന്നെയാണ്. ഏതൊരു ശക്തിയാലാണോ ഈ സൃഷ്ടിയുടെ വ്യവഹാരം നടക്കുന്നത്, ഈ പറയുന്ന വികാര വിചാരങ്ങളും മായയുടെ ഘടനയും ഒക്കെ സംഭവിക്കുന്നത്, എല്ലാത്തിനും ആധാരഭൂതമായിരിക്കുന്ന ഏതൊരു ശക്തിയാണോ അതിനെയാണ് അതിദൈവം എന്ന് പറയുന്നത്, അഥവാ ദൈവാധീനം എന്ന് വിളിക്കുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും നേതാവായിട്ട് അന്തർയാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അതിയജ്ഞൻ. ഇതിനെല്ലാത്തിനും കാരണാഭൂതനായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് എല്ലാ യജ്ഞങ്ങൾക്കും അധികാരിയായിട്ടിരിക്കുന്നവൻ അതിയജ്ഞനായിട്ടിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഇത് തന്നെയാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജ്ഞാനവിജ്ഞാന യോഗം എന്ന അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ജ്ഞാനത്തെ വിജ്ഞാനമാക്കി അവസാനം ശരിക്കും പറഞ്ഞ അനുഭവത്തിലൂടെയാണ് വിജ്ഞാനമായതെന്ന്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാന യോഗോ നാമ സപ്തമോധ്യായിക. ഇന്ന് 21 തൊട്ടാണ് അന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. യോ യോ യാം യാം തനുഭക്തക ശ്രദ്ധയാർച്ചിതമിച്ഛതി തസ്യാചലാം ശ്രദ്ധാതാമേവ വിദദാമ്യഹം ശ്രദ്ധയാ യുക്ത തസ്യാരാധനമീഹതേ ലഭതേജ തദ കാമാൻ മൈ ഐവ വിഹിതാൻ ഹിതാൻ അന്തവത്തു ഫലം തേഷാൻ തത് ഭവത്യലത്തവേനസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമഭി അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം ബുദ്ധയാ പരം ഭാവമജാനന്ത മാം അവ്യയമനുത്തമം നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോം ആം അജഭഗ്വ്യം വേദാഹം സമതീതാനി വർത്തമാനാനി ച അർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന ഇച്ഛാദോഷസമുദ്ദേന ദ്വന്ദ്വമോഹന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ യേഷാം തോ അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ വിനുർമുക്ത ഭജന്തേ മാം ദൃഢാവൃത ജരാമരണമോക്ഷായ മാം ആശ്രിത്യ യതന്തിയേ തേ ബ്രഹ്മതത്വതി കൃഷ്ണ അധ്യാത്മം കർമ്മചാകിലം സാധിഭൂതാദിദൈവം ആ സാധിയജ്ഞം ചയേ വിധും പ്രയാണകാലേ അപിച മാം തേ വിദുർയുക്തചേതസ. ഓം തസ്സൽ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോധ്യായിക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസങ്കചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനസം പ്രതിഭാവയാമി. വാതാലയേ സമനസം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.